മിശിഹായുടെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. നമ്മുടെ കർത്താവ് ഇന്നും നമ്മുടെ നടുവിൽ വൻ കാര്യങ്ങളെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവ് ഒരു പ്രാവശ്യം കൂടെ നമ്മളെ സന്ദർശിക്കുന്ന അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സമയമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളില് നമ്മളെ പഠിച്ചു വന്നതായ പഠനം യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. കൂടുതലൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടാതെ ഈ മനുഷ്യന്റെ ജീവിതയാത്രയെ നമ്മൾ വീണ്ടും മനസ്സിലാക്കുക. യാക്കോബ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോയ മനുഷ്യൻ, ഒരുപാട് തോൽവികളിലൂടെ പോയ മനുഷ്യൻ. പക്ഷെ ഒടുവിൽ ദൈവവചന വെളിപ്പാടിന്റെ മണ്ഡലത്തിൽ ഈ മനുഷ്യൻ അതിപരിശുദ്ധ സ്ഥലത്തെ പ്രതിനിധാനം ചെയ്യുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ദ ഗേറ്റ് അത് പ്രാകാരത്തിലാണ്. അത് ബലിപീഠത്തിൽ നിന്ന് ഉയരുന്ന അഗ്നി ജ്വാലയാൽ തുറക്കപ്പെടുന്നതായ പോർട്ടൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോർ കണ്ടു. അത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനമാണ്. അവിടെ നമ്മൾ കണ്ടത് ധ്യാനനിരതമായ ദൈവവുമായിട്ട് ഒന്നായിരിക്കുക എന്ന ഒരു വലിയ വെളിപ്പാട്. നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പാട് ദൈവവുമായിട്ട് ഒന്നായിരിക്കുക. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നും. ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നും. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ നാളുകളിൽ ക്രിസ്തുവിനെ നമ്മൾ വെളിപ്പെടുത്താനല്ല പോകുന്നത്, ക്രിസ്തു നമ്മിൽ വെളിപ്പെടുവാനാണ് പോകുന്നത്. നമ്മൾ വെളിപ്പെടുത്തുന്നതും നമ്മിൽ വെളിപ്പെടുന്നതും രണ്ടും രണ്ടാണ്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു തിരുവെഴുത്തിലേക്ക് ഒന്ന് പോകാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിന്റെ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. താഴ്ത്തു വായിക്കുക 15. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം
ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ, ഹല്ലേലൂയ, അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ, എനിക്ക് വെളിപ്പെടുത്താനെന്നല്ല. ഇതാണ് മിസ്റ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൗലോസിലൂടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഒരു വെളിപ്പാട്. അതായത് യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടു, ഞാൻ അവനെ കണ്ടു, അവനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. യേശു ക്രിസ്തുവിനെ അറിയാവുന്ന അപ്പോസ്തലന്മാരുടെ അരികിലേക്ക് ഞാൻ പോയി എന്നല്ല, അവനെ എന്നിൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറയണം, അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞത് മിസ്റ്റിക്കൽ റിയാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ സത്യങ്ങളിൽ ഒന്നാണ് ദൈവം നമുക്ക് വെളിപ്പെട്ട് വരുന്നതല്ല. ദൈവം നമുക്ക് വെളിപ്പെട്ട് വരുന്നതിന് പകരം ദൈവം തന്നെ നമ്മിൽ വെളിപ്പെടുത്തുന്നതാണ് ട്രൂ ക്രിസ്ത്യാനിറ്റി. നമ്മിൽ വെളിപ്പെടുത്തുകയാണ്. ആമേൻ. നമ്മിൽ വെളിപ്പെടുത്തുകയാണ്. അതായത് നാം ദൈവത്തെ വെളിപ്പെടുത്താൻ നടത്തുകയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അതാണ്, ദൈവം ഇതാണ്, ദൈവം ഇങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ്, ഇതല്ല ദൈവമക്കളുടെ ജോലി. നമ്മിൽ അവൻ വെളിപ്പെടും. അവൻ വെളിപ്പെടും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുന്നതിന്റെ കാലമല്ലിത്. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ സാക്ഷ്യം പറയുന്ന കാലമല്ലിത്. ദൈവം നിങ്ങളിൽ വെളിപ്പെടുന്ന കാലമാണിത്. സ്തോത്രം. ദൈവം നിങ്ങളിൽ വെളിപ്പെടുന്ന കാലം. ദൈവം നിങ്ങളിൽ വെളിപ്പെടുന്ന കാലം. ഓ ജീസസ്. എന്റെ ജീവിതത്തിൽ, എന്റെ ശരീരത്തിൽ, എന്റെ ആത്മാവിൽ, എന്റെ പ്രാണനിൽ മഹാദൈവം വെളിപ്പെടുകയാണ്. എന്റെ വായ് കൊണ്ട് ഞാൻ അവനെ കുറിച്ച് വർണ്ണിക്കുകയല്ല. ദൈവം അങ്ങനെയാണ്, ദൈവ സൃഷ്ടിതാവാണ്, അതല്ല. ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നമ്മിൽ വെളിപ്പെടുന്ന ദിവസങ്ങൾ. ഞാനതിന്റെ ആഴം എത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. എന്നിൽ വെളിപ്പെടുകയാണ്. പൗലോസ് പറയുന്നു, അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നി. അപ്പൊ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാൻ യെരൂശലേമിലേക്ക് പോയില്ല. അതാണ് എന്റെ ട്രൂത്ത്. ഞാൻ യെരൂശലേമിലേക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയേനെ. അതേസമയം ഞാൻ മരുഭൂമിയിലേക്ക് പോയപ്പോ യേശു എനിക്ക് വെളിപ്പെട്ടു എന്നല്ല, യേശു എന്നിൽ വെളിപ്പെട്ടു. നിർജ്ജനപ്രദേശത്തേക്ക്, ഏകാന്തതയിലേക്ക്, ഒറ്റപ്പെടലിലേക്ക്, മരുഭൂമിയുടെ സാഹചര്യങ്ങളിലേക്ക് താൻ ഒറ്റയ്ക്കായ നിമിഷം മഹാദൈവം തന്റെ പുത്രനെ പൗലോസ് എന്ന് പറയുന്ന സഭയെ മുടിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച മാഫിയ തലവന്റെ അകത്തു വെളിപ്പെടുത്തി. ഇത് ദൈവത്തിന്റെ ചലഞ്ചാണ്. ഡെമസ്കോസിൽ, ശ്രദ്ധിക്കൂ, ഡെമസ്കോസിൽ ദൈവം അവന്റെ മുമ്പിൽ വെളിപ്പെട്ടു. അറേബ്യ മരുഭൂമിയിൽ ദൈവം അവനിൽ വെളിപ്പെട്ടു. ഡെമസ്കോസിൽ വെളിപ്പെട്ടതല്ല നിന്നെ മാറ്റാൻ പോകുന്നത്. ഡെമസ്കോസിലെ വെളിപ്പാട് നിന്റെ രക്ഷയ്ക്ക് ആധാരമാണെങ്കിൽ, അറേബ്യയിലെ മരുഭൂമിയിലെ വെളിപ്പാട് നിന്നെ അപ്പോസ്തോലത്വത്തിലേക്ക് നടത്തുന്ന, അധികാരത്തിലേക്ക് നടത്തുന്ന, അഭിഷേകത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ ഇടപെടലാണെന്ന് മറക്കരുത്. സ്തോത്രം. ഡെമസ്കോസിന്റെ പടിവാതിലിൽ സൂര്യവെട്ടത്തെ വെല്ലുന്നൊരു വെളിച്ചം വന്നപ്പോ പൗലോസിന്റെ രക്ഷ വെളിപ്പെട്ടു. പൗലോസ് എന്നയാൾ യേശുവിനെ അറിഞ്ഞു.
ആമേൻ. ആ അറിവ് കൊണ്ടാണ് നമ്മളിൽ 1000 പേർ ജീവിക്കുന്നത്. അല്ല, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അതല്ല ഒറിജിനൽ അറിവ്. ഒറ്റയ്ക്ക് ദൈവപുത്രനും ഞാനും ഒന്നാണ്, ദൈവവും ഞാനും ഒന്നാണ്, അവൻ എൻ്റെ ഉള്ളിലിരിക്കുന്നു, ഞാൻ അവന്റെ ഉള്ളിലിരിക്കുന്നു എന്ന മനോഹരമായ വെളിപ്പാടിലേക്ക് കടന്നു ചെന്ന് ഒറ്റയ്ക്ക് മരുഭൂമിയിൽ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, വേദപഠനശാലയിൽ നിന്നും അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ നിന്നും ജഡരക്തങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഈ വെളിപ്പാട് പ്രാപിപ്പാൻ പറ്റില്ല. ജഡരക്തങ്ങളല്ല നിങ്ങൾക്ക് ഈ വെളിപ്പാട് തരാൻ പോകുന്നത്. നിങ്ങൾ ദൈവവുമായി ഒറ്റയ്ക്കിരിക്കുന്ന നാളുകളിൽ, ദൈവവുമായി ഏകാന്തതയിൽ ചെലവിടുന്ന സമയങ്ങളിൽ ദൈവം നിങ്ങളുടെ അകത്ത് യേശുവിനെ വെളിപ്പെടുത്തും. എന്നിട്ട് ലോകത്തോടെ വിളിച്ചു പറയും, പൗലോസിന്റെ സന്ദേശവും പൗലോസും രണ്ടല്ല, പൗലോസും പൗലോസിന്റെ സന്ദേശവും ഒന്നാണ്. പൗലോസാണ് അവന്റെ സന്ദേശം, ഞാനും എന്റെ സന്ദേശവും രണ്ടല്ല. ദൈവത്തിന്റെ കൃപയാൽ അത് ഒന്നായി മാറുന്ന നാളുകളിലേക്ക് നാം വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാകൃപയാൽ നിങ്ങളിൽ അത് സാധ്യമാണ്. ശരി, ഇത് പറഞ്ഞു വന്നത്, നമുക്കത് പിന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ഭാഗത്തേക്ക് നമ്മൾ പിന്നെ പോകും. ഇവിടെ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ അതിപരിശുദ്ധ സ്ഥലത്തിന്റെ ഒരു വെളിപ്പെടലായി ഇവിടെ നിൽക്കുകയാണ്. അതിപരിശുദ്ധ സ്ഥലത്തിന്റെ വെളിപ്പാടായി നിൽക്കുന്നു ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ ശ്രദ്ധിക്കുക, ഈ മനുഷ്യൻ അതിപരിശുദ്ധ സ്ഥലത്തിന്റെ വെളിപ്പാടായി നിൽക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് ഒരു വലിയ തിരശീലയാണ്. ഒരു തിരശീല. ആ തിരശീലയുടെ ചീന്തൽ, ആ തിരശീലയുടെ ചീന്തലാണ് ഒരാളെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി, ദൈവത്തിന്റെ മഹിമയ്ക്ക് ഇനി ഒരിക്കലും അവിടെ ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. തിരശീലയുടെ ചിന്തലിൽ അകത്തിരുന്ന മഹത്വം പുറത്തേക്ക് പ്രവഹിച്ചു തുടങ്ങി എന്നത് യാഥാർത്ഥ്യമാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ തിരശീല ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എങ്കിൽ ആ ശരീരത്തിന്റെ ചീന്തലാണ്, ആ ശരീരത്തിനകത്തുണ്ടാകുന്ന മുറിവുകളാണ് മഹത്വത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ദൈവം ഉപയോഗിച്ച സകല പാത്രങ്ങളെയും ദൈവം ഉടച്ചിട്ടുണ്ട്. വേറൊരർത്ഥത്തിൽ പറഞ്ഞ, ദൈവം ആരെയെങ്കിലും അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം ബ്രേക്ക് ചെയ്തിട്ടേ അനുഗ്രഹിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉടയ്ക്കാതെ ആരെയും അനുഗ്രഹിച്ചിട്ടില്ല. അവൻ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് അതിനെ എടുത്ത് ഒന്ന് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പോളെ അനുഗ്രഹ വെളിപ്പാടുണ്ടാവും. എന്നൊരു കാര്യം ഉറപ്പിക്കാം, മഹത്വം ആരിലൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ അവരെല്ലാം ഉടയപ്പെട്ടവരാണ്, തകരപ്പെട്ടവരാണ്, ബ്രോക്കൺ വെസൽസ് ആണ്. നിങ്ങൾക്കറിയാമോ, സ്വച്ഛജടമാംസി തൈലം ആ സ്ത്രീ മിശിഹായുടെ പാദത്തിൽ ഒഴിക്കുന്നതിന് മുമ്പ് ആ ഭരണിയെ ഉടച്ചു. ഭരണിയെ ഉടഞ്ഞാലേ ഫ്രാഗ്രൻസ് പുറത്തു വരത്തുള്ളൂ. ചിന്തപ്പെട്ട തിരശീലയിലൂടെ മഹിമകൾ പുറത്തു വരുന്നു. ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ ആ തിരശീലയ്ക്ക് നിദാനമായി നിൽക്കുകയാണ്. നിങ്ങളും ഞാനും മഹത്വത്തിന്റെ കണ്ടെയ്നേഴ്സായി മഹിമയാൽ മാറുവാൻ പോകുകയാണ്. ഇനി അടുത്ത് പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെയാണ് നമ്മൾ ദ ലാഡർ എന്ന വിഷയം കാണുന്നത്. ലാഡർ എന്ന വിഷയം പറയാം, യാക്കോബിന്റെ കോവേഡ്. നിങ്ങൾക്കറിയാമോ, അബ്രഹാമോ ഇസ്ഹാക്കോ കണ്ടിട്ടില്ലാത്തൊരു ദർശനം മൂന്നാം തലമുറക്കാരന് ദൈവം കാട്ടിക്കൊടുക്കുക. അബ്രഹാം ദൈവത്തിന്റെ ദർശനം പ്രാപിച്ചു. ഇസ്ഹാക്ക് ക്രൂശിന്റെ വെളിപ്പാട് പ്രാപിച്ചു. യാക്കോബ് സ്വർഗത്തിന്റെ വെളിപ്പാട് പ്രാപിച്ചു. സ്വർഗത്തിന്റെ തുറന്ന വാതിലിനെ
തലമുറയിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ഏക വ്യക്തി യാക്കോബാണ്. യാക്കോബ് സ്ഥലത്തെത്തി, നമുക്കറിയാം അതിന്റെ പേര് ബഥേൽ എന്ന് പേരിട്ടു. അതിന്റെ മുമ്പത്തെ അർത്ഥം ലൂസ് എന്നായിരുന്നു. നമ്മളത് വായിക്കുന്നു, കഴിഞ്ഞ ദിവസം പഠിച്ചു ലൂസ്. അപ്പൊ ലൂസ് എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ട്രീ എന്ന്. ആൽമണ്ട് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, അത് ആ ഒരു പ്ലേസിന്റെ പേര് തന്നെ, എല്ലാരും കേട്ടണം, പ്ലേസിന്റെ പേര് തന്നെ ആൽമണ്ട് ട്രീ എന്നാണ്, ബദാം മരം എന്നാണ്. ബദാം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാണ്, ഉയർപ്പിന്റെ പ്രതീകമാണ്. അപ്പൊ ഈ മനുഷ്യൻ അറിഞ്ഞില്ല, താൻ രാത്രിയിൽ സൂര്യാസ്തമയത്തിൽ എത്തപ്പെട്ട സ്ഥലം ഒരു പുനരുത്ഥാനത്തിന്റെ സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, he entered into the realm of resurrection. Resurrection. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം. അബ്രഹാമിന് അത് പരീക്ഷയുടെ സ്ഥലമായിരുന്നു, ഇസഹാക്കിന് അത് മരണത്തിന്റെ സ്ഥലമായിരുന്നു, യാക്കോബിന് അത് ഉയർപ്പിന്റെ സ്ഥലമാണ്. ഒന്നുകൂടെ പറയാം, അബ്രഹാമിന് അത് ഗത്സമനയായിരുന്നു, ഇസഹാക്കിന് അത് ഗബദയായിരുന്നു, യാക്കോബിനെ സംബന്ധിച്ചോളം ഗോൽഗോദായും തുറന്ന കല്ലറയുടെ ഇവിടമായിരുന്നു. അപ്പൊ യാക്കോബ് എന്ന ആള് വരുമ്പോൾ നമ്മളവിടെ കാണുന്നത്, അവിടെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ആ സ്ഥലത്തിന്റെ പേര് ആൽമണ്ട് ട്രീ, ദ പ്ലേസ് ഓഫ് റിസറക്ഷൻ. അപ്പൊ റിസറക്ഷനെ കൊണ്ട് ഫസ്റ്റ് ഫ്രൂട്ട് ആയിട്ട് നിർത്തിയേക്കുക, ഫസ്റ്റ് ഫ്രൂട്ട് റിസറക്ഷൻ ആയിട്ട് അവിടെ നിൽക്കുക. അവിടെയാണ് ചത്തവനെ കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറില്ലേ, ദൈവമേ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം. പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണമെങ്കിൽ കല്ലറയുടെ ഉള്ളിൽ പോകണം. കല്ലറയുടെ പുറത്തല്ല പുനരുത്ഥാന ശക്തി, കല്ലറയുടെ ഉള്ളറയിലാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. ജീവിതത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് മരണത്തിന്റെ മേൽ, അത് പറഞ്ഞാൽ തങ്ങളെ തന്നെ കൊന്ന് മരിച്ച ഒരു അനുഭവത്തിൽ, ഒരു കല്ലറയിൽ അടക്കപ്പെട്ട അവസ്ഥയാണോ, കുറിച്ചു വെച്ചോ, അടുത്തത് നിങ്ങളുടെ മേൽ വരാൻ പോകുന്നത് ഒരു ചീയുന്ന മണ്ഡലമല്ല, ഒരു റിസറക്ഷന്റെ മണ്ഡലമാ. പൗലോസ് പറയുന്നു, ഞാൻ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാക്കോബേ, നിന്റെ ആ വല്യപ്പൻ ഇത് പരീക്ഷയുടെ ഇടവാ, നിന്റെ അപ്പൻ ഇത് മരണഭീതിയുടെ ഇടവാ, പക്ഷെ നിനക്ക് ഇത് ഉയർപ്പിന്റെ ഇടമാണ്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നവരോട് ഞാൻ പറയാം, നിങ്ങളവിടെ കാണാൻ പോകുന്ന ഏക കാര്യം ജീവൻ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്ക്, പഴയ നിയമ ഭക്തന്മാർക്ക് അത് മരണഭീതിയുടെ ഇടമാണെങ്കിൽ, ഭയത്തിന്റെ ഇടമാണെങ്കിൽ, വിറയൽ ഉണ്ടാകുന്ന ഇടമെങ്കിൽ, ന്യൂ ടെസ്റ്റമെന്റിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒറ്റ പദമേ പറയാനുള്ളൂ, അത് ഉയർപ്പിന്റെ സ്ഥലമാണ്, അത് ജീവന്റെ സ്ഥലമാണ്, അത് നവോത്ഥാനത്തിന്റെ സ്ഥലമാണ്, പുതുനാമ്പുകൾ മുളയ്ക്കുന്ന സ്ഥലമാണ്, അത് വിമോചനത്തിന്റെ സ്ഥലമാണ്, അത് കെടുന്ന സ്ഥലമല്ല, കെടാത്ത സ്ഥലമാണ്, ജീർണിക്കുന്ന സ്ഥലമല്ല, നിലനിൽക്കുന്ന സ്ഥലമാണ്. നിന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് മനോഹരമായ അനുഭവത്തിലേക്ക് ഒന്ന് വിളിക്കുക. Come on, let us go to the place of resurrection. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞൊരു പദം ഒന്നുകൂടെ ആവർത്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്ന് പറഞ്ഞാൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. എങ്ങനെ? ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ. ഓ, ഒന്നുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് എങ്കിലും ആവർത്തിക്കുന്നു, ഒരിക്കലും യേശു ജഡത്തിൽ ജീവിച്ചതുപോലെ അല്ല, ഉയർത്തെഴുന്നേറ്റതുപോലെ മഹിമയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഇടവരുത്തുന്ന ഇടമാണ് അതിപരിശുദ്ധ സ്ഥലം. പ്രൈസ് ഗോഡ്.
അതിപരിശുദ്ധ സ്ഥലം ഇതാദ്യം അടച്ചതാരാണ്? ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തിരിയുന്ന കെറൂബുകളെ, തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി, ശ്രദ്ധിക്കണം, തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ജീവനെ പ്രദാനം ചെയ്യുന്ന വൃക്ഷത്തിന്റെ ചുറ്റും ദൈവം ഒരു വേലി കെട്ടുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നമ്മൾ കുറച്ചു നേരം അങ്ങോട്ടൊന്ന് പോവാം. ജീവവൃക്ഷത്തിലേക്ക് മനുഷ്യൻ കൈനീട്ടി അത് പ്രാപിച്ച് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരാതിരിക്കേണ്ടതിന് സർവശക്തൻ അതിനൊരു വാതിലുണ്ടാക്കി. ആ വാതിലിൽ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെറൂബുകളെ കാവൽ നിർത്തി. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, എക്സാക്ട്ലി എവിടെയായിരുന്നോ ജീവന്റെ വൃക്ഷം നിന്നത്? അധുരലഗമാനിയന്തരവ, ഏദനിൽ എവിടെയാണോ ജീവവൃക്ഷം നിന്നത് അതേ ലൊക്കേഷനിലാണ് ഇപ്പോൾ യാക്കോബ് ഒരു രാത്രി ഉറങ്ങുവാൻ കിടക്കുന്നത്. ശ്രദ്ധിക്കണം, ജീവവൃക്ഷം നിന്ന ഇടത്താണ് ജെറുസലേം ആലയം സ്ഥാപിക്കപ്പെട്ടത്. ജീവവൃക്ഷം നിന്ന എക്സാക്ട് പ്ലേസിലാണ് അതിപരിശുദ്ധ സ്ഥലം നിലനിൽക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? അതിപരിശുദ്ധ സ്ഥലത്ത് എന്താ ഉള്ളത്? ജീവനുണ്ട്. കെടാത്ത മന്ന, ഒരു രാത്രി കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന മന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കേടാകുന്നില്ല. ഉണങ്ങി വരണ്ട ഒരു മരത്തടി ദാണ്ട് ഇവിടെ കിളിർത്തു നിൽക്കുക, ആ അറ്റ്മോസ്ഫിയറിൽ കിളിർക്കുക. ഈ റലം ജീവന്റെ റലാണ്. ഈ റലാണ് ദൈവം ഏദനിൽ ആദമിനെ അടച്ചിട്ടത്. സ്തോത്രം. ഞാൻ ഇന്ന് രണ്ടു പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, നിത്യജീവന്റെ അൺക്രിയേറ്റഡ് സ്പിരിറ്റ്. ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അൺക്രിയേറ്റഡ് സ്പിരിറ്റ് പൂർണ്ണമായി നിലനിൽക്കുന്ന സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്തിലെ ജീവൻ അൺക്രിയേറ്റഡ് സ്പിരിറ്റ് ആണ്. അൺക്രിയേറ്റഡ് ലൈഫ്. ക്രിയേറ്റഡ് ലൈഫിന് ഒരിക്കലും ദൈവത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ വഹിക്കുന്നവന്റെ അകത്ത് അൺക്രിയേറ്റഡ്, സൃഷ്ടിക്കപ്പെടാത്ത ജീവൻ, സൃഷ്ടിക്കപ്പെടാത്ത ജീവൻ, ആ ജീവനാണ് പിതൃപുത്ര പരിശുദ്ധ റൂഹായാം ത്രിയേക ദൈവത്തിന്റെ അകത്തൊഴുകിയിരുന്ന ജീവനാണ് അൺക്രിയേറ്റഡ് സ്പിരിറ്റ്, അൺക്രിയേറ്റഡ് ലൈഫ്. ആ ലൈഫാണ് ഏദനിലെ ജീവവൃക്ഷത്തിനകത്തുണ്ടായിരുന്നത്. ആ മരത്തിന്റെ മുമ്പിലാണ് ദൈവം തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെറൂബുകളെ കാവൽ നിർത്തിയത്. ആമേൻ. ഇപ്പൊ നമ്മൾ വിചാരിക്കും, ഈ തിരശീലയെ കീറിയത് ആരാണ്? ആരാണിത് കീറിയത്? നമുക്കറിയാം, മുകളിൽ നിന്ന് താഴോട്ട് കീറിയെന്നാ കാണുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് കീറി. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണം. ഈ തിരശീല നമുക്കറിയണം, അതിപരിശുദ്ധ സ്ഥലത്തെ തിരശീലയുടെ പ്രത്യേകത. അതിപരിശുദ്ധ സ്ഥലത്തെ തിരശീല നിർമ്മിച്ചിരിക്കുമ്പോൾ അതിനകത്ത് രണ്ടു പ്രധാന ചിത്രങ്ങളുണ്ട്. അത് രണ്ടും കെറൂബുകളുടെ ചിത്രമാണ്. നിങ്ങൾ പുറപ്പാട് പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. തിരശീലയിൽ നാം, ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, കെറൂബുകളെ തുന്നിച്ചേർക്കണം. തുന്നലായി കെറൂ എന്ന് പറഞ്ഞാൽ അക്ഷരികമായി ഏദനിൽ നിന്നിരുന്ന കെറൂബുകളുടെ പകരമാണ്
തിരശീലയിൽ തുന്നി തയ്ച്ചിരിക്കുന്നതായ ഈ കെറൂബുകൾ. കർത്താവിന് സ്തോത്രം. ഇനി ഈ കെറൂബുകളുടെ കരങ്ങളിൽ വാളില്ല. ഈ കെറൂബുകളുടെ കയ്യിൽ വാളില്ല. ഈ തിരശീലയുടെ അകത്തോട്ട് ആര് കയറിപ്പോയാലും, ശ്രദ്ധിക്കുക, തിരശീലയുടെ അകത്ത് ആര് കയറിപ്പോയാലും ഈ കെറൂബുകളുടെ വാള് അവരുടെ മേൽ വീഴും. സ്തോത്രം. ആരകത്ത് കയറുന്നോ അവരുടെ മേൽ ഈ വാള് വീഴും. അവരുടെ മേൽ ഈ വാള് വീഴും. അവരുടെ മേൽ ഈ വാള് വീഴും. 2000 വർഷത്തിന് മുമ്പ് കാൽവറിയുടെ മലമുകളിൽ മിശിഹായുടെ കാൽവറി മരണം നടക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ആദ്യമായി ഒരാൾ തിരശീലയെ വകഞ്ഞു മാറ്റാതെ അതിന്റെ സെന്ററിലൂടെ അകത്തോട്ട് കയറി. വചനത്തിൽ ഒരു വാളുണ്ട്, വാക്യമുണ്ട്, സെക്രിയാവിന്റെ പ്രവചനത്തിൽ, വാളെ ഉണരുക, വാളെ ഉണരുക, ഇടയനെ വെട്ടുക. ഉൽപ്പത്തിയിൽ വെളിപ്പെട്ട വാള്, ഗോൽഗോഥ മലയുടെ മുകളിൽ വാള് ആരുടെ മേൽ വീണു? ഒറിജിനൽ തിരശീലയുടെ മേൽ വീണു. ഒറിജിനൽ തിരശീലയാണ് യേശു ക്രിസ്തുവിന്റെ ദേഹമാണ്. യേശു ക്രിസ്തുവിന്റെ ദേഹത്തിന്റെ മേൽ തിരശീല ആ വാള് വീണപ്പോ ക്രിസ്തു മരണത്തെ സ്വീകരിച്ചു. നമുക്ക് ജീവന്റെ പുതുവഴി തുറന്നു തന്നു. ഹല്ലേലൂയ. ജീവന്റെ പുതുവഴി തുറന്നു തന്നു. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, അന്ന് ഏദനിലെ വാൾ, ഞാനത് ആ ഭാഗത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഏദനിൽ ജീവവൃക്ഷത്തിന്റെ തടയുന്ന ഒരു വാതിൽ, കെറൂബുകൾ നിൽക്കുന്നു. ഇവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് 2 കെറൂബുകൾ ചിത്ര തയ്യലായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തിരശീല. അതിന്റെ അകത്തേക്ക് പോകുന്നവർക്ക് മരണം, ഇതിന്റെ അകത്തേക്ക് പോകുന്നവർക്ക് മരണം. പക്ഷെ ഇപ്പൊ മരണത്തിന് സാധ്യയില്ല. കാരണം തിരശീല 2ആയി ചിന്തി. തിരശീല 2ആയി ചിന്തപ്പെട്ടത് കൊണ്ട് ധൈര്യത്തോടെ, ബൈബിൾ വാക്യം, ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരുവാൻ ദൈവം നമുക്ക് അധികാരവും അവകാശവും തന്നിരിക്കുകയാണ്. ധൈര്യത്തോടെ വരാൻ. ഏദൻ മുതൽ ഭയന്നും പേടിച്ചും വിറച്ചും അകത്തു പോകാൻ ഭയന്നിരുന്നവരോട് ദൈവം തന്റെ കൃപാസനത്തിൽ നിന്ന് ഒരു ആഹ്വാനം കൊടുക്കുകയാണ്. കം കം ബോൾഡ്ലി കം. ധൈര്യമായിട്ട് വാ, ധൈര്യമായിട്ട് വാ. ദേഹമെന്ന തിരശീലയെ 2ആയി ചിന്തി ജീവന്റെ പുതുവഴി ദൈവം തുറന്നു. ശ്രദ്ധിക്കു പ്രിയരെ, ഇതിന്റെ അകത്താണ് ജീവൻ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ജീവൻ. ഇത് കടക്കുന്നവന് മരണവും എത്തുന്നവന് ജീവനുമാണ്. ഇത് കടക്കാൻ ക്രിസ്തുവാണ് തയ്യാറായത്. അതുകൊണ്ട് എത്തിയ നമുക്ക് ജീവൻ കാരണമായി, നമുക്ക് ജീവൻ ലഭ്യമായി, നമുക്ക് ജീവൻ ലഭിച്ചു. ജീവന്റെ ആ അനുഭവം നമുക്ക് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ജീവനെ പ്രാപിക്കാൻ കഴിഞ്ഞു. നിത്യജീവനെ കൈവശപ്പെടുത്താൻ കഴിഞ്ഞു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെയും നടുവിലുള്ള ജീവനെ സ്വായത്തമാക്കാൻ പറ്റി. പിതാവുമായി ഏകീഭവിക്കാൻ പറ്റി. അപ്പനും ഞാനും ഇനി ഒന്നല്ല, ഇതിനകത്ത് ഒരുമയാണ്. ഒന്നായി നിൽക്കുകയാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക്. ഇനി അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മനുഷ്യൻ ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. യാക്കോബ് കിടക്കുന്നു, ഒരു ദർശനം കാണുന്നു. ദർശനം ഇതാണ്. ഇതാ സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കോവേണി അല്ല. കേൾക്കുന്നുണ്ടോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കോവേണി അല്ല. ഭൂമിയിൽ നിന്ന്
ഉയർത്തപ്പെട്ട കോവേണിയാണ്. ആമേൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാരി വെച്ചിരിക്കുന്ന കോവേണിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കോവേണിയല്ല. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോയിന്റാണ്. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വന്ന കോവേണിയല്ല ഇത്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള കോവേണിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ അല്ല ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ആക്സസ് ആണ്. കാരണം താഴെ കിടക്കുന്നത് യാക്കോബ് താഴെ കിടക്കുന്നു, കോവേണി ചാരി വെച്ചിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കാം, ഇതിന്റെ അങ്ങേ അറ്റത്ത് ഏറ്റവും മുകളിൽ യഹോവയായ ദൈവം നിൽക്കുന്നു. ചിത്രം നോക്കിയേ, താഴെ ഒരുത്തൻ കിടക്കുന്നു, മുകളിൽ ഒരുത്തൻ നിൽക്കുന്നു. അപ്പൊ ഈ കോവേണിയുടെ രണ്ട് എൻഡ് നോക്കിക്കേ. ഒരിടത്ത് മനുഷ്യൻ കിടക്കുന്നു, മറു സൈഡിൽ ദൈവപുത്രൻ നിൽക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, താഴെ മനുഷ്യപുത്രൻ, മീതെ ദൈവപുത്രൻ. മീതെ ദൈവപുത്രൻ, താഴെ മനുഷ്യപുത്രൻ. ഇനി നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്യം വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേര് ഈ വചനത്തിനകത്ത് ആനന്ദിക്കുന്നുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം നോക്കി. 50-ാം വാക്യം, യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ഇതിനേക്കാൾ വലിയത് കാണും. 51, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. ഇത് ക്രിസ്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്താ കാണാൻ പോകുന്നത്? മനുഷ്യപുത്രന്റെ അടുക്കൽ, അയ്യോ, ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും. എനിക്ക് മനസ്സിലായില്ലത്. മനുഷ്യപുത്രന്റെ അടുക്കൽ കയറണമെങ്കിൽ മനുഷ്യപുത്രൻ മുകളിൽ ഉണ്ടാകണം. അകത്ത് അവിടെ ഇരിക്കുന്നവർക്ക് വല്ലതൊക്കെ പിടിയിട്ടുന്നോ? മനുഷ്യപുത്രന്റെ അടുക്കിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ മുകളിൽ ഉണ്ടാകണം. മനുഷ്യപുത്രന്റെ അടുക്കിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രൻ താഴെ ഉണ്ടാകണം. Praise the Lord. മനുഷ്യപുത്രന്റെ അടുക്കിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ മുകളിൽ. മനുഷ്യപുത്രന്റെ അടുക്കിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ താഴെ. അപ്പൊ താഴെയും മുകളിലും ഒരേ സമയത്ത് ഉണ്ടായെങ്കിലേ ദൂതന്മാർക്ക് കയറാനും ഇറങ്ങാനും പറ്റൂ. യേശു പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ നിക്കോദിമോസിനോട്? സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, ഭൂമിയിൽ ഇറങ്ങി വന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ദൈവത്തിനും മഹത്വം. അങ്ങനെ ഒരു വലിയ ഗുഡ് ന്യൂസ് പറയാൻ പോവാ. മുകളിലും താഴെയും ദൈവപുത്രനും മനുഷ്യപുത്രനും ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഇടയിലാണ് ദൂതന്മാർ കയറുകയും ദൂതന്മാർ ഇറങ്ങുകയും ചെയ്യുന്നതെങ്കിൽ ഇത് വേറൊന്നുമല്ല, ഈ കോവേണി കാലത്തികവിങ്കൽ വെളിപ്പെടാൻ പോകുന്ന
ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ഈ കോവേണി. അന്ന് യാക്കോബ് അവിടെ കണ്ട ദർശനത്തിൽ വെളിപ്പെട്ട കോവേണി നമ്മുടെ പ്രാണനാഥനായ ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് വെളിപ്പെട്ടത്. ക്രിസ്തുവിന്റെ ജഡാവതാരം മനുഷ്യപുത്രനും ദൈവപുത്രനും കൂടെ സമ്മേളിച്ചിരിക്കുന്ന ആ ബന്ധം ഒരുമിച്ചിരിക്കുന്നു. കോവേണി സന്തോഷ വാർത്ത, ഭൂമിയിൽ ഇരിക്കുന്നു, സ്വർഗത്തെ തൊടുന്നു. ആമേൻ. ഭൂമിയിൽ ഇരുന്നോണ്ട് ഹെവനെ സ്പർശിക്കുക. ഇന്ന് പ്രധാനമായിട്ട് ഞാൻ പോകുന്ന വിഷയം ഈ ഒറ്റ വിഷയമാണ്. ഇവിടെ ഇരുന്നോണ്ട് സ്വർഗത്തെ സ്പർശിക്കുന്ന ക്രിസ്തുവിന്റെ വെളിപ്പാട്, ഇവിടെ ഇരുന്നോണ്ട് സ്വർഗവുമായി വ്യവഹാരം ചെയ്യുന്ന ഒരു ഉയർന്ന വെളിപ്പാട്. ആമേൻ. അതായത് ഒരു സ്ഥലത്തിരിക്കുക, ഇവിടെ ഇരിക്കുമ്പോൾ a person is connected with heaven. ഇവിടെ ഇരുന്നോണ്ട് അവിടവുമായി സംസർഗം പുലർത്തുകയാണ്. ഇവിടെ ഇരുന്നോണ്ട് സ്വർഗമണ്ഡലത്തെ സ്പർശിക്കുകയാണ്. കോവേണി ഗുഡ് ന്യൂസ് പറയാൻ പോവാ. അങ്ങനെങ്കിൽ ഈ കോവേണി ആരാണ്? പുതിയ നിയമത്തിൽ ക്രിസ്തു ആണെങ്കിൽ ആ ക്രിസ്തു ഇപ്പൊ എവിടെ ഇരിക്കുക? ആ ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അങ്ങനെങ്കിൽ നിങ്ങളുടെ ഉള്ളിലാണിപ്പോൾ ക്രിസ്തു ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇല്ലാതെയാകുകയും ക്രിസ്തു വെളിപ്പെടുകയും ചെയ്താൽ നിങ്ങൾ ഈ തലമുറയുടെ കോവേണികളായി മാറാൻ പോവുകയാണ്. നിങ്ങൾ കോവേണി എന്ന് പറഞ്ഞാൽ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ എന്ന ചാലകത്തിലൂടെ മാറാൻ പോവുകയാണ്. Oh, praise the Lord. Praise the Lord. You are the ladder of this generation. You are the access point to this generation to heaven. ദൈവ മണ്ഡലത്തെ, സ്വർഗ മണ്ഡലത്തെ, ആത്മമണ്ഡലത്തെ സ്പർശിക്കുന്ന ദൈവത്തിന്റെ കോവേണികളായി ദൈവം നിങ്ങളെ മാറ്റുകയാണ്. ചേർന്ന് രാമേൻ പറയുവോ? യാക്കോബ് മനുഷ്യപുത്രൻ, മുകളിലിരിക്കുന്ന ദൈവപുത്രൻ, ദൈവപുത്രനും മനുഷ്യപുത്രനോട് ചേർന്നാൽ ക്രിസ്തുയേശു. ആമേൻ. അതിന്റെ മിസ്റ്റിസിസമാണ്, അതിന്റെ മിസ്റ്റിക്കൽ യൂണിയൻ ആണ് ക്രിസ്തു. ദാറ്റ് മീൻസ് ദ ലോർഡർ ഈസ് എ മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് ദ ഹെവൻലി ഗോഡ്. മഹാദൈവവുമായി ക്രിസ്തു യേശുവുമായി നിരന്തരമായി ഒരു ബന്ധമുള്ള ദൈവപൈതലോർത്തോ, നീയാണ് ഈ തലമുറയിലെ ലോർഡർ. ഇവിടെ കുറച്ചു നേരം നിന്നേ പറ്റത്തുള്ളൂ. നിന്നിലൂടെ ദൂതന്മാർ കയറാൻ പോവുക. നീയാണ് ഹെവനെ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. നീയാണ് ഭൂമിയെ സ്വർഗത്തിന് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. നിന്നിലൂടെയാണ്. നിന്റെ രാജ്യം വരണമേ. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരണം, നിന്റെ രാജ്യം വരണം, നിന്റെ രാജ്യം വരണം. എന്നിട്ട് യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട്. എന്നിട്ട് യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളിലുണ്ട്, നിങ്ങളിൽ ദൈവരാജ്യം. ഒരു രാജ്യം മൊത്തം നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗവുമായി ദൂരമില്ല, ദൈവവുമായി ദൂരമില്ല, മഹിമയുടെ മണ്ഡലവുമായി നിങ്ങൾ ദൂരത്തല്ല, തേജസ്സുമായി നിങ്ങൾ ദൂരത്തല്ല. ഇത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. എന്ന് പറഞ്ഞാൽ you are carrying the kingdom of God. The kingdom of God is in you. So the kingdom of God is always connected with this supernatural realm. Supernatural realmമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ മൺ ശരീരം സ്വർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മൺകൂടാരം ഹെവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിൽ കുറിച്ചു വെക്കുക, ഈ തലമുറയിലെ
ദൂതന്മാർക്ക് വരാനും പോകാനുമുള്ള, സ്വർഗത്തിന് ഇറങ്ങാനും കയറാനുമുള്ള, വിശുദ്ധന്മാർക്ക് അകത്തു പോകാനും പുറത്തു പോകാനുമുള്ള ഒരു കോവേണിയായി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ സ്വർഗത്തെ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ സ്വർഗത്തിന്റെ വാതിലായി വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും, ഇതൊരു വലിയ വാക്യാണ്. കയറുന്നതും ഇറങ്ങുന്നതും, ഇറങ്ങുന്നതും കയറുന്നതും അല്ല. പിടികിട്ടുന്നോ? ദൂതന്മാർ ഇറങ്ങിയിട്ട് കയറുന്നല്ല, ദൂതന്മാര് കയറിയിട്ട് ഇറങ്ങുന്ന. ഓ ജീസസ്, ദൂതന്മാര് കയറിയിട്ട് ഇറങ്ങുന്നു. ഇത് കേൾക്കുന്നവർ ഒന്ന് സ്തോത്രം ചെയ്ത് സ്വീകരിച്ചോണം. മുകളിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് കയറുന്നെങ്കിൽ ഇവിടുത്തെ അങ്ങോട്ട് കൊണ്ടുപോകാനാ. പിടികിട്ടുന്നുണ്ടോ? അവിടുന്ന് വന്നിട്ട് മുകളിലോട്ട് പോകുന്നെങ്കിൽ that is a representation of earth. അത് ഭൂമിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അവിടെ നിന്ന് വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവർ ഇവിടുത്തെ റെപ്രസെന്റേറ്റീവ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർ സ്വർഗത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അതായത് ഇവിടെ ഉള്ളത് അവിടേക്ക് കൊണ്ടുപോവുകയല്ല, അവിടെ ഉള്ളത് ഇവിടേക്ക് കൊണ്ടുവരികയാ. എന്തെങ്കിലും പിടികിട്ടിയോ? ഈ നിങ്ങൾക്കറിയാമോ, ദൈവം അന്ത്യകാലത്ത് അവിടുത്തെ വിശുദ്ധന്മാർക്കായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർഗീയ നിക്ഷേപം, അവിടുത്തെ അവകാശത്തിന്റെ മഹിമാധനം, അവിടുത്തെ മഹിമയിൽ സൂക്ഷിച്ചിരിക്കുന്ന ധനം നാം ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഞാൻ ഒരാഴ്ചയോട് ഉറപ്പൊക്കെ പറയാം, ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇറങ്ങി വരുന്നവന്റെ കയ്യിൽ സ്വർഗത്തിന്റെ ധനമാണുള്ളത്. സ്വർഗത്തിന്റെ ധനമാണുള്ളത്. ഞാൻ ഒരു കൊച്ചുദാഹരണം പറയാം. ഇവിടുന്ന് അമേരിക്കയിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നവന്റെ കയ്യിൽ ഡോളറാണ്. അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് തിരിച്ച് അമേരിക്ക പോകുന്നവന്റെ കയ്യിൽ ഇന്ത്യൻ റുപ്പീസാണ്. സ്വർഗത്തിന്റെ ധനം ഇവിടുന്ന് കയറിയിട്ട് ഇറങ്ങുന്ന, ഞാൻ ഈ സർക്കിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇനി വേറൊരു പ്രശ്നം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറേണ്ടി വരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരികയല്ല. ഇവിടുന്ന് കയറാനുള്ള കാരണം, കയറാനുള്ള വാതിലിന്റെ ലോക്കിരിക്കുന്നത് ഭൗതിക മണ്ഡലത്തിലാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന് ഇങ്ങനൊരു വാതിൽ തുറക്കാൻ ഒരിക്കലും പറ്റില്ല. ദൈവം അല്ല തുറക്കേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ആദാമാണ് തുറക്കേണ്ടത്. ആദാമ് സ്വർഗത്തിന്റെ വാതിലിനെ പൂട്ടിട്ടു, ദൈവം ജീവവൃക്ഷത്തിന് പൂട്ടിട്ടു. മനസ്സിലായവർ സ്തോത്രം ചെയ്യണം. ആദാമ് സ്വർഗത്തിലേക്കുള്ള വാതിലിന് പൂട്ടിട്ടു, ദൈവം ജീവനിലേക്കുള്ള വാതിലിന് പൂട്ടിട്ടു. അങ്ങനെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നാൽ ജീവന്റെ വാതിലും തുറക്കപ്പെടും. സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ പറഞ്ഞ പദങ്ങൾ ഞാൻ പറയാം. പദങ്ങൾ ഇതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നതിന്റെ കാരണം വാതിൽ തുറന്നിട്ട് വേണം അകത്തേക്ക് പോകാൻ. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാനുള്ള വാതിൽ തുറക്കേണ്ടത് ഇവിടെ നിന്നാണ്. പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ, മെഡിറ്റേറ്റ് ചെയ്യുന്നവർ, ദർശനങ്ങൾ ദർശിക്കുന്നവർ, ഞാൻ പറയാം, ദർശനങ്ങൾക്ക് വാതിലുകളെ തുറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സ്വപ്നങ്ങൾക്ക് ഭാവിയെ ചലഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സ്വപ്നങ്ങൾക്ക് നിന്റെ ഭാവിയെ നിർണയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
ഞാനൊരു കാര്യം ഉറക്കെ പറയാം. ദർശനങ്ങളുള്ളവരെല്ലാം ഉണ്ടോ? ദർശനം പ്രാപിച്ചവരുണ്ടോ? നിന്റെ ദർശനത്തിന് വാതിലിനെ തുറക്കാൻ പറ്റും. നിന്റെ പ്രാർത്ഥനയ്ക്ക് വാതിലിനെ തുറക്കാൻ പറ്റും. നിന്റെ പ്രൈസിങ്ങിന് വാതിലിനെ തുറക്കാൻ പറ്റും. നീ ആരാധിക്കുന്ന പൈതലാണോ, നിന്റെ വേർഷിപ്പിന് വാതിലിനെ തുറക്കാൻ പറ്റും. നീ ബലിപീഠത്തിൽ കത്തുന്ന ജീവനുള്ള ബലിയാണോ, നിന്നിലൂടെ ഉയരുന്ന സ്വർഗത്തിന്റെ തീക്ക് വാതിലിനെ തുറക്കാൻ പറ്റും. എന്തായാലും ഇവിടെ നിന്ന് തുറന്നേ പറ്റത്തുള്ളൂ. ഈ സ്കൂളിൽ കർത്താവിന്റെ മഹിമയിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളോട് ഞാൻ പറയാം, നിങ്ങൾ വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് വന്നിരിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവം ഈ തലമുറയ്ക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ മഹത്വത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വാതിൽ തുറക്കുന്നവരാണ് ഇന്ന് എന്റെ കാഴ്ചയിൽ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ വാതിലുകൾ തുറക്കാൻ നിർണയിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്, അതിന്റെ നിയോഗമുള്ളവരാണ്. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി ദൈവത്തിന്റെ വാതിൽ തുറക്കാൻ നിന്നെ ദൈവം ബലപ്പെടുത്താൻ പോവാ. ബലപ്പെടുത്താൻ പോവാ. നീ ബലപ്പെടാൻ പോവാ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ ഇദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ്, ഇത് ദൈവത്തിന്റെ ഭവനാണ്. This is the house of God. Bethel. കേൾക്കണേ, Bethel. The second one, this is the door of heaven. എല്ലാവരും ഒന്ന് കൺഫസ് ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന്റെ ആലയമാണ് സ്വർഗത്തിന്റെ വാതിൽ. പിടിയിട്ടില്ല നിങ്ങൾക്ക്? ദൈവത്തിന്റെ ഭവനമാണ് സ്വർഗത്തിന്റെ വാതിൽ. ദൈവത്തിന്റെ ഭവനമാണ് സ്വർഗത്തിന്റെ വാതിൽ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഭവനം നിങ്ങളാണ്. ദൈവത്തിന്റെ ഭവനം നിങ്ങളാണെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ നിങ്ങളാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ വാതിൽ നിങ്ങളാണ്. സ്വർഗത്തിന്റെ വാതിൽ നിങ്ങളാണ്. Because you are the temple of God. You are the house of God. You are the Bethel. You are the Bethel. നിങ്ങളാണ് ബഥേൽ. ഇരിക്കുന്ന സ്ഥലത്ത് ഉറക്കെ വിളിച്ചു പറ, ഞാൻ ബഥേലാണ്. ഞാൻ ബഥേലാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വാതിലാണ്, സ്വർഗത്തിന്റെ വാതിൽ. ഓ സ്വർഗത്തിന്റെ വാതിൽ. നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവഭവൻ. അങ്ങനെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വാതിലുകളാണ്, സ്വർഗത്തിന്റെ വാതിലുകളാണ്. എന്റെ കർത്താവേ, ദൈവത്തിന്റെ ആലയമാണ് സ്വർഗത്തിന്റെ വാതിൽ. വാതിലിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് പ്രതലങ്ങളെ, രണ്ട് റലംസിനെ വേർതിരിക്കുന്ന സ്ഥലമാണ് വാതിൽ. രണ്ട് മണ്ഡലങ്ങളെ തിരിക്കുന്ന സ്ഥലമാണ് വാതിൽ. അങ്ങനെയെങ്കിൽ നിങ്ങൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു വശത്ത് സ്വർഗത്തെ കാണുന്നവരാണ്, മറുവശത്ത് ഭൂമിയെ കാണുന്നവരാണ്. ലോകത്തിലുള്ള സകലരും ഭൂമിയെ കുറിച്ച് മാത്രം കാണുന്നു. പക്ഷെ ദൈവത്തിന്റെ മന്ദിരങ്ങളായ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് തിരിയുമ്പോൾ സ്വർഗം കാണുന്നു, മറു സ്ഥലത്തേക്ക് തിരിയുമ്പോൾ ഭൂമിയെ കാണുന്നു. സ്വർഗത്തെ കാണുന്നു, ഭൂമിയെ കാണുന്നു, സ്വർഗത്തെ കാണുന്നു, ഭൂമിയെ കാണുന്നു. നിങ്ങൾ എന്ത് കാണുന്നുവോ അത് നിങ്ങൾ കൈവശപ്പെടുത്തും. മനസ്സിലായവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങി. സാധാരണ ഒരു മനുഷ്യനെ പോലെ നിങ്ങൾ ഇരിക്കുന്നത്, പക്ഷെ രണ്ട് മണ്ഡലങ്ങളെ നിങ്ങൾ തൊട്ടുകൊണ്ടിരിക്കുക. നശിക്കുന്ന ഒരു മണ്ഡലം, തകരുന്ന ഒരു മണ്ഡലം,
ഭീഷണിപ്പെടുത്തുന്ന ഒരു മണ്ഡലം. പക്ഷെ ഇപ്പുറത്ത് ജയം നൽകുന്ന ഒരു മണ്ഡലം, വിമോചനം നൽകുന്ന മണ്ഡലം, പരിഹാരം വരുത്തുന്ന മണ്ഡലം, ഉയർത്തുന്ന മണ്ഡലം. ഒരു വശം വിളിച്ചു പറയുന്നു നീ തോറ്റുപോകും, മറുവശം വിളിച്ചു പറയുന്നു നീ എപ്പോഴും ജയാളിയാണ്. ഒരു വശം പറയുന്നു നീ ശൂന്യനാണ്, മറുവശം പറയുന്നു നിനക്ക് നിറവുണ്ട്. ഒരു വശം പറയുന്നു നീ ബലഹീനനാണ്, മറുവശം പറയുന്നു നീ ബലവാനാണ്. ഒരു വശം പറയുന്നു നീ ദരിദ്രനാണ്, മറുവശം പറയുന്നു നീ സമ്പന്നനാണ്. രണ്ട് തലത്തെ ഒരേ സമയത്ത് കാണുകയാണ്. ഇനി ഒരു ഗുഡ് ന്യൂസ് പറയാൻ പോവാ. ഞാൻ ഭൂമിയുടെ വാതിലെന്നല്ല, സ്വർഗത്തിന്റെ വാതിലെന്നാണ്. അതായത് ഞാൻ തുറക്കപ്പെടാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അങ്ങനെങ്കിൽ ഞാൻ ആദ്യം കാണുന്നത് സ്വർഗവും പിന്നെ കാണുന്നത് ഭൂമിയുമാണ്. സ്വർഗത്തെ കണ്ടിട്ടാണ് ഞാൻ ഭൂമിയെ കാണാൻ പോകുന്നത്. ഉയരത്തെ കണ്ടിട്ടാണ് ഞാൻ താഴെ കാണാൻ പോകുന്നത്. എനിക്കിതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് അറിയത്തില്ല. എനിക്കിതിനകത്ത് പരിമിതികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഹെവന്റെ ഒറിജിനൽ കണ്ടിട്ടാണ് ഭൂമിയെ കാണാൻ പോകുന്നത്. ഭൂമിയെ കണ്ടിട്ട് ഞാൻ സഹതാപത്തോടല്ല സ്വർഗത്തിലേക്ക് പോകുന്നത്. സ്വർഗത്തിന്റെ പെർഫെക്ഷൻ കണ്ടിട്ടാണ് ഞാൻ ഭൂമിയെ കാണാൻ പോകുന്നത്. ഇനി മിസ്റ്റിക്കലി വെളിപ്പെടേണ്ട ഒരു ഭയങ്കര റെവലേഷൻ. പിടിച്ചോ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ തല ഉയർത്തി നോക്കുക, നിന്റെ കണ്ണ് കാണുന്ന ഇടം ഒക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. ആമേൻ. സ്വർഗത്തിന്റെ വാതിലുകൾ പിടിച്ചെടുത്തോ. നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ഭൂമിയിൽ കൈവശപ്പെടുത്താൻ ദൈവം നിനക്ക് കൃപ തരാൻ പോവാ. കാണുന്നതൊക്കെ നിനക്ക് തരും. ഹല്ലേലൂയ. റുമിയാന്തലരബോഷിയാര ലിയാന്തറുബോഹോസികതരബായ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതിനകത്ത് മഹത്വം എന്താണ്? കർത്താവ് നൽകിയ കണക്ഷൻ നിങ്ങൾക്ക് പിടികിട്ടിയോ? തിരുവെഴുത്തിന്റെ കണക്ഷൻ പിടികിട്ടിയോ? എത്ര പേരുണ്ട് ഇതിനകത്ത്? അബ്രഹാമിനോട് നിന്റെ കണ്ണ് പെട്ടാൽ അത് നിന്റെ സ്വന്തം. സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്ക്. നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ എന്ത് കാണുന്നോ അത് നിങ്ങൾ ഇവിടെ കൈവശപ്പെടുത്തും. സ്വർഗത്തിൽ പോയിട്ടല്ല, ഇവിടെ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. നിന്റെ രാജ്യം വരണം, ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കണം. അപ്പൊ സ്വർഗം കണ്ടവനെ ഭൂമിയെ മാറ്റാൻ പറ്റൂ. ദർശനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക, വെളിപ്പാടിന്റെ വാതിലുകൾ തുറക്കപ്പെടുക. ഇന്ന് രാത്രി ഇവിടെ ചിലർക്ക് ദൈവ സ്വർഗത്തിൽ ദർശനങ്ങളെ പകരാൻ പോവുക. ദർശനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക. നിങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തെ കാണാൻ പോവുക. നിങ്ങൾ സ്വർഗത്തിൽ എന്തെല്ലാം കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ കണ്ണിൽ ഭൂമിയിൽ അത് നടക്കാൻ പോവുക. കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒരു വാക്യം എന്റെ അകത്തോട്ട് ചാടി വരിക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, പിതാവ് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ സ്വർഗത്തിൽ കാണുന്നത് അതാണ് ഭൂമി ചെയ്യുന്നത്. അന്യഭാഷകളിൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ ആരംഭിക്കുക. ഓരോ ദിവസവും പിതാവിനോടുകൂടെ ഒറ്റയ്ക്കിരിക്കുന്ന യേശുനാഥൻ, പ്രാർത്ഥനാ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന യേശുനാഥൻ, വിജനപ്രദേശത്ത് ഒറ്റയ്ക്കിരിക്കുന്ന യേശുനാഥൻ സ്വർഗം കണ്ടിട്ടാണ് ഇറങ്ങി വരുന്നത്. സ്വർഗം കണ്ടിട്ടിറങ്ങി വരുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. സ്വർഗം കണ്ടിട്ടിറങ്ങി വരുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. സ്വർഗം കണ്ടിട്ടിറങ്ങി വരുന്നു, മുടന്തരെ നടത്തുന്നു.
സ്വർഗം കണ്ടവന് മാത്രമേ ഭൂമിയെ മാറ്റാൻ കഴിയൂ. 14ാമത്തെ ക്ലാസ് മുതൽ അത്ഭുതങ്ങളുടെ വഴികൾ തുറന്നു വരികയാ. പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളിലേക്ക് കയറുന്നവരെ, സ്വർഗം കാണാൻ പറ്റിയോ? അത് ഭൂമിയിൽ നീ കണ്ണുകൊണ്ട് കണ്ടതൊക്കെ നിനക്ക് തരും. ഓ, നീ ഉയർപ്പ് കണ്ടോ? ഉയർപ്പ് തരും. വിടുതൽ കണ്ടോ? വിടുതൽ തരും. നന്മ കണ്ടോ? നന്മ തരും. രോഗശാന്തി കണ്ടോ? രോഗശാന്തി തരും. കാണുന്നതൊക്കെ കൈവശപ്പെടുത്തുന്ന ഒരു തലമുറ. കാണുന്നതിനെ കൈവശപ്പെടുത്തുന്ന തലമുറ. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. കർത്താവിന്റെ ദിവ്യസാന്നിധ്യം അനുഭവിക്കുന്നവരെല്ലാം ആ മഹത്വം ദൈവത്തിനൊന്ന് കൊടുത്തു. ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ പറ്റുമോ? Praise you, Jesus. Oh, Jesus. 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 എനിക്ക് ആ സ്ഥലത്തോട്ട് വീണ്ടും ഒന്ന് നിൽക്കാൻ തോന്നുക. അബ്രഹാമേ, ലോത്ത് നിന്നെ വിട്ടുപോയി. നീരോട്ടമുള്ള ദേശം അവൻ കൈവശപ്പെടുത്തി. ഇപ്പൊ നീ എഴുന്നേക്ക്. വടക്കോട്ടും കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും 4 ദിക്കിലേക്ക് നോക്ക്. നിന്റെ കണ്ണു പെടുന്നിടമൊക്കെ, പഴയ നിയമത്തിൽ കണ്ണു പെടുന്നിടമൊക്കെ അബ്രഹാം പ്രാപിച്ചെങ്കിൽ, പുതിയ നിയമത്തിൽ പുതുനിയമത്തിന്റെ സഭ, ക്രിസ്തുവിന്റെ ആ ദൈവമക്കൾ, പൈതൽ, അവൻ കണ്ണു തുറക്കുമ്പോ കാണുന്നത് ഭൂമിയിലെ ഏതോ സ്ഥലമല്ല. അവൻ കണ്ണു തുറക്കുമ്പോ കാണുന്നത് സ്വർഗത്തിന്റെ വാസസ്ഥലമാണ്, സ്വർഗത്തിന്റെ അവകാശമാണ്. സ്വർഗത്തെ കണ്ടവന് ഭൂമിയിൽ അത് സാധ്യമാകും. ഒരുപാട് ചിന്തകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചുമന്ന മഷി കൊണ്ട് ഇടേണ്ട ഒരു ചിന്തയാണ്, ഒരു വെളിപ്പാടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നത്. സ്വർഗത്തിൽ അത് കാണാതെ ഭൂമിയിൽ ഒന്നും നടക്കത്തില്ല. ലാസർ ഉയർക്കുന്നത് സ്വർഗത്തിൽ കണ്ടാലേ കല്ലറയുടെ വാതിൽ നിന്ന് ലാസറെ പുറത്തുവാ എന്ന് നിനക്ക് വിളിക്കാൻ പറ്റൂ. കുരുട്ട് കണ്ണിനെ എന്ന് പറഞ്ഞാൽ നിന്റെ സഭയിൽ, നിന്റെ പ്രാർത്ഥനയുടെ സ്ഥലത്ത് നീ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നീയും പിതാവുമായുള്ള ഒരുമയിൽ ആ അത്ഭുതം നടന്നിരിക്കണം. വിശ്വസിക്കുന്നുണ്ടോ? നീ അകത്ത മുറിയിൽ, പ്രാർത്ഥനാ മുറിയിൽ കുരുട്ട് കണ്ണ് തുറന്നിട്ട് വേണം നീ പ്ലാറ്റ്ഫോമിൽ കുരുട്ട് കണ്ണ് തുറക്കാൻ. ദർശനങ്ങൾ, വെളിപ്പാടുകൾ, അസാധാരണ വിടുതലുകളെ കൊണ്ടുവരിക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. സംഭവിക്കും. ഞാനിത് പറയുന്നത് പോലെ നടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു വെളിപ്പാട് വന്നാൽ അത് അവകാശത്തിലേക്ക് പോകാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഓരോ വെളിപ്പാടുകൾ ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോണുകളാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ നാം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു കോവേണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ ഓരോ വെളിപ്പാടുകളാണ്. ഓരോ സ്റ്റെപ്പുകൾ ഓരോ വെളിപ്പാടുകളാണ്. വെളിപ്പാടുകളുടെ പടവുകളെ ചവിട്ടിയാണ് നാം സ്വർഗമണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഹല്ലേലൂയ. Oh, I feel the real presence of the Holy Spirit. God is doing something great and wonderful to you, brothers and sisters. God is changing your life. God is opening your eyes. You are the door. You are the gateway to heaven. Can you imagine that word? The temple of God is the gateway to heaven. The temple of God is the gateway to heaven. We are the temple. We are the gateway. We are the gateway to heaven. We are representing two dimensions, heaven and earth. Amen. മൂന്ന് കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കാഴ്ചപ്പാട്. സിംഹാസനം കണ്ട വ്യക്തി അടുത്ത നിമിഷം അവന്റെ കണ്ണു പോകുന്നത് അവനിലേക്കാണ്.
അവനിലേക്ക് പോയവന്റെ കണ്ണ് അടുത്ത് പോകാൻ പോകുന്നത് അവന്റെ അയൽവക്കത്തേക്കാണ്. 3 കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ കാഴ്ച ഉയരത്തിൽ ആരംഭിച്ചാൽ അത് എത്താൻ പോകുന്നത് നിങ്ങളുടെ ലോകത്തിലേക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാഴ്ച കണ്ടവൻ മാത്രമേ അവന്റെ ചുറ്റുപാടിനെ മാറ്റാൻ പറ്റൂ. യേശു പറഞ്ഞു, പിതാവ് ചെയ്ത് കാണുന്നതത്രേ, ചെയ്ത് കാണുന്നതത്രേ പുത്രൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പുത്രൻ ചെയ്തതെല്ലാം പിതാവും മുൻപേ ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് ലാഡറിനെ കുറിച്ചുള്ള കുറച്ച് ചിത്രം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞ വാചകം നോക്കിയ, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും. മനുഷ്യപുത്രൻ ഒരേ സമയം സ്വർഗത്തിൽ ഭൂമിയിൽ. ജീസസ് ക്രൈസ്റ്റ് ആരാണ്? He became the ladder. ഇനി എന്തുകൊണ്ട് സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു? സ്വർഗം തുറക്കാൻ പോകുന്നത് കാണുമെന്നല്ല, തുറന്നിരിക്കുന്നത് കാണുമെന്ന. Who opened that door? Jesus, the last Adam. അവസാനത്തെ ആദാം. ഒന്നാമത്തെ ആദാം അടച്ചത്, ഒടുക്കത്തെ ആദാം തുറന്നു. ജീസസ് ക്രൈസ്റ്റ് is the eternal sacrifice. The sacrifice. Jesus, the exact sacrifice. The blood sacrifice. Open the door. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വി ആർ ദ ചർച്ച് ഓഫ് ഗോഡ്. വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പറഞ്ഞു വരുന്ന അർത്ഥം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആലയത്തിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങളാണ് ആലയം. നിങ്ങളാണ് ആലയം. നാളെ ഞായറാഴ്ചയാണ്, നാളെ നമുക്ക് ആലയത്തിലേക്ക് പോകാമെന്ന് പറയല്ലേ. നിങ്ങളാണ് ആലയം. നിങ്ങൾ തുറക്കാതെ സ്വർഗം തുറക്കത്തില്ല. ഇതെങ്ങനെ മനസ്സിലാക്കി തരണ്ടേ? പിടികിട്ടുന്നോ? നാം സ്വർഗത്തിന്റെ വാതിലാകുന്നല്ലേ. അപ്പൊ തുറക്കേണ്ടത് ആരാണ്? നമ്മളിലല്ലേ തുറക്കേണ്ടത്. നമ്മളല്ലേ തുറക്കപ്പെടേണ്ടത്. നമ്മളിലല്ലേ എൻലൈറ്റ്മെന്റ് ഉണ്ടാകേണ്ടത്. നമ്മളിലല്ലേ പ്രകാശം വരേണ്ടത്. നമ്മളിലല്ലേ ഓപ്പണിംഗ് എന്ന് പറയാൻ. നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ വെളിപ്പാടുകളും സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. Every revelations. Listen, this is a very important statement. Every revelation that you are receiving tonight is opening you. Opening you. Revelations are the windows. When God is revealing something, that is opening the door. You are the door. So when you are receiving revelations, God is opening you. Can you നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? God is opening you. So listen, the revelation is from God. രണ്ട് ട്രൂത്ത് ആണ്. മുകളിൽ നിന്ന് വെളിപ്പാടും വെളിപ്പാടിൽ നിന്ന് അത്ഭുതങ്ങളുമാണ്. എല്ലാവരോടും ചേർന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിൽ നിന്ന് വെളിപ്പാട് വരും, വെളിപ്പാടിൽ നിന്ന് അത്ഭുതം വരും. ദൈവത്തിൽ നിന്ന് വെളിപ്പാട് വരുന്നു, വെളിപ്പാടിൽ നിന്ന് അത്ഭുതങ്ങൾ വരുന്നു. Do you want a miracle? Receive the revelations. Every revelation is going to become a miracle. You are receiving revelations. Your brothers are receiving miracles. That's why God says, love your God and love your neighbor. The New Testament in the Samaman Bono. Love your God, love your brother. Amen. When I'm loving God, God is giving me revelations.
When I'm receiving revelation from God, I can love my brothers with the miracles. നിങ്ങൾക്ക് പിടികിട്ടിയോ? ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? യേശു എങ്ങനെയാണ് സഹോദരങ്ങളെ സ്നേഹിച്ചത്? യേശു എങ്ങനെയാ സ്നേഹം വെളിപ്പെടുത്തിയത്? ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് എങ്ങനെയാണ് യേശു സ്നേഹം വെളിപ്പെടുത്തിയത്? ലാസറിനെ ഉയർപ്പിച്ചു. രക്തസ്രാവക്കാരെടുത്ത് സ്നേഹം വെളിപ്പെടുത്തിയത്, രക്തസ്രാവക്കാരെ സൗഖ്യമാക്കി. 38 വർഷം കുളക്കരയിൽ കിടന്നവനെ എങ്ങനെയാ സ്നേഹിച്ചത്? അവനെ സൗഖ്യപ്പെടുത്തി. യേശു തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് പ്രവൃത്തിയിലാണ്. So love your neighbor means do something for your brother. സ്നേഹം is not a feeling, it's an action. The actions of love is miracles. That's what the Bible says. When Jesus performed miracles, the Bible says Jesus compassionated, മനസാലിഞ്ഞു തൊട്ടുന്ന. ഇത് പിടികിട്ടിയവർക്കായി സ്തോത്രം. യേശു ശക്തി വെളിപ്പെടുത്തിയെന്നല്ല, യേശു മനസാലിഞ്ഞു സൗഖ്യമാക്കി. Love is more powerful than any power in the world. Love is greater than your faith. പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം. Love your God. When you are loving God, God will give you the revelation. God will open you. സഹോദര, വെളിപ്പാട് നിന്നെ തുറക്കും. നീ തുറക്കപ്പെട്ടാൽ നിന്റെ അയൽവക്കക്കാരൻ അത്ഭുതങ്ങൾ കാണും. നീ തുറക്കാതെ നിന്റെ സഹോദരന് നന്മയില്ല. 21-ാം നൂറ്റാണ്ടിൽ 2021 കടന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, വെളിപ്പാടുകൾ നിങ്ങളെ തുറക്കാൻ പോവാ. നിങ്ങളുടെ വാതിൽ തുറക്കപ്പെട്ടാൽ ആവശ്യക്കാർ ഓടി ഇതിനകത്തേക്ക് എത്താൻ പോവാ. പൗലോസിൽ തുറക്കപ്പെട്ടു, അവന്റെ കർച്ചീഫ് എടുത്തുകൊണ്ട് പോയി രോഗി സൗഖ്യമായി. പൗലോസിൽ ആ ഡോർ തുറക്കപ്പെട്ടു, അവന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായി. വെളിപ്പാടുകളാൽ ആരുടെയെല്ലാം അകം തുറക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ നിഴലിൽ ദൈവശക്തി വ്യാപരിക്കും, അവരുടെ വസ്ത്രങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കും. യേശുവിന്റെ അകത്ത വെളിപ്പാടുണ്ടായിരുന്നു. യേശുവിന്റെ വസ്ത്രത്തൊങ്ങലിൽ ദൈവപ്രവൃത്തിക്ക് കാരണമാകുന്ന ശക്തി പുറപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് ഉപദേശമല്ല, ഇത് ജീവിതമാണ്. ഉയരത്തിൽ നിന്ന് ഞാൻ വെളിപ്പാടുകളെ സ്വീകരിക്കുന്നു. എന്റെ സഹോദരങ്ങൾ, ലോകം, എന്റെ ചുറ്റുപാടുമുള്ളവർ എന്നിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രാപിക്കുന്നു. ഞാൻ സ്വർഗത്തിലെ മഹത്വത്തെ കാണുന്നു. അത് ഭൂമിയിൽ സംജാതമാകുന്നു. യേശു ഉയരത്തിൽ അത് കണ്ടു, താഴെ വന്ന് ചെയ്തു. കാണാതെ നീ കൈനീട്ടത്തില്ല, കാണാതെ നീ വായ് തുറക്കത്തില്ല, കാണാതെ നീ കൽപ്പിക്കത്തില്ല. ശ്രദ്ധിക്ക, കാണുന്നവനാണ് കൽപ്പിക്കുന്നത്. കാണുന്നവനാണ് കൈവശപ്പെടുത്തുന്നത്. അവിടെ ഇരുന്നോണ്ട് വായി തുറന്നു പിടിച്ച് പറ, കാണുന്ന ഞാൻ കൈവശപ്പെടുത്തും. കണ്ണുകൊണ്ട് കണ്ടത് കൈകൊണ്ട് പ്രാപിച്ചിരിക്കും. കണ്ണുകൊണ്ട് കണ്ടത് കൈകൊണ്ട് എടുത്തിരിക്കും. കണ്ണുകൊണ്ട് കാണാതെ എടുക്കാൻ പറ്റില്ല. കാണുന്നത് സ്വർഗത്തിൽ, എടുക്കുന്നത് ഭൂമിയിൽ. സ്വർഗത്തിന്റെ വാതിലുകൾ, സ്വർഗത്തിന്റെ വാതിലുകൾ. എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട്? ഇന്ന് തന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ മീതെ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുക. സ്വർഗം തുറക്കപ്പെട്ടി, നിങ്ങൾ വാതില, നിങ്ങളെ വാതില. അപ്പൊ സ്വർഗം തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പിടികിട്ടിയ പോർട്ടലും വിൻഡോ ഒക്കെ വന്ന് ഇപ്പൊ ഇവിടെയായി. സ്വർഗം തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നീ തുറക്കപ്പെടുക എന്ന്. എവിടെ കൊണ്ട് എത്തിച്ചെന്ന് നോക്ക്. സ്വർഗത്തിന്റെ വാതിലേതാ? നിന്റെ തലയ്ക്ക് മീതെ തുറന്ന പോർട്ടൽ അല്ല, സ്വർഗത്തിന്റെ വാതിൽ നീയാണ്. യു ആർ ദ ഗേറ്റ് വേ ടു ഹെവൻ. യു ആർ സ്വർഗത്തിന്റെ വാതിൽ നീയാണ്. സ്വർഗത്തിന്റെ വാതിൽ നീയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി സ്വർഗം കണ്ടിട്ട് ഭൂമിയെ നോക്കാൻ? ഞാനത് ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. അതായത് നീ സ്വർഗത്തിൽ കാണുന്ന സൗഖ്യം ഭൂമിയിൽ സംഭവിക്കും.
സ്വർഗത്തിൽ കാണുന്ന അത്ഭുതം ഭൂമിയിൽ നടക്കും എന്ന് പറഞ്ഞാൽ നീ ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ കാണുന്നത് മറുഭാഗത്തേക്ക് തിരിയുമ്പോൾ ഇവിടെ സംജാതമാകും. അവിടുന്ന് എടുത്ത് ഇവിടെ കൊടുക്കും. അവിടെ കണ്ടു ഇവിടെ എടുക്കും. ഇതാണ് ബൈബിളിന്റെ പ്രിൻസിപ്പിൾ. മനസ്സിലായോ? അവിടെ കണ്ടത് ഇവിടെ സംജാതമാക്കുക. അവിടെ യേശു കണ്ടു, ഇവിടെ ചെയ്തു. ഈ കാണാൻ വേണ്ടിയാണ് കണ്ടംപ്ലേഷൻ, കാണാൻ വേണ്ടിയാണ് മെഡിറ്റേഷൻ, കാണാൻ വേണ്ടിയാണ് മിസ്റ്റിക്കൽ യൂണിയൻ. ഞാൻ നിങ്ങളെ കാണാനാ പഠിപ്പിക്കുന്നത്, കാണാനാ പഠിപ്പിക്കുന്നത്. പിടി കിട്ടുന്നുണ്ടോ? ലാസറിനെ ഉയർപ്പിച്ച കഥ കണ്ടാൽ ലാസർ ഉയർക്കത്തില്ല. ലാസറിനെ ഉയർത്തത് സ്വർഗത്തിൽ കാണണം. അവിടെ കണ്ടാൽ ഇവിടെ നടക്കും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിച്ച്നെസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെയാണ് ഇമ്മോർട്ടാലിറ്റി. അവിടെ ഇമ്മോർട്ടാലിറ്റി, സ്വർഗത്തിൽ എറ്റേണിറ്റി കണ്ടാൽ ഇവിടെ ഇമ്മോർട്ടാലിറ്റി ഉണ്ടാവും. സ്വർഗത്തിൽ മരണത്തെ ജയിച്ചെന്ന് കണ്ടാൽ ഭൂമിയിൽ മരണത്തെ ജയിച്ചിരിക്കും. സ്വർഗത്തിൽ ഉയർപ്പ് ദർശിച്ചവർ ഭൂമിയിൽ ഉയർപ്പ് നടത്തിയിരിക്കും. ശ്രദ്ധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട 2 റലംസ് ആണ്. സ്വർഗമണ്ഡലം, ഭൗതിക മണ്ഡലം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. എന്താ അർത്ഥം? കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. മീൻസ് സ്വർഗമണ്ഡലത്തിലുള്ളത് നിത്യവും ഭൗതിക ലോകത്തിലുള്ള താൽക്കാലികം. താൽക്കാലികമായതിനെ മാറ്റാൻ വേണ്ടിയാണ്. എങ്ങനെ ഇത് മനസ്സിലാക്കി തരണ്ടേ? നമ്മൾ കാണുന്ന താൽക്കാലികമായതിനെ മാറ്റാൻ വേണ്ടിയാണ് പെർമനന്റ് ആയതിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രോഗം താൽക്കാലികം, സൗഖ്യം നിത്യം. മരണം താൽക്കാലികം, ഇമോർട്ടാലിറ്റി നിത്യം. നിത്യം നിത്യമാണ്. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയാൾ കാണുന്നത് കാണാത്തത്. That means visible, invisible, earthly, heavenly. So when you are in the most holy place, listen to me, that is heaven. ഒരു ആമേൻ പറ. Most holy place ആണ് heaven. most holy place ആണ് heaven. You are seated there. You are invited there. You are seated with God in the heavenly places. You are in the heavenly realm. Are you ready to open up? പിടി കിട്ടിയോ നിങ്ങൾക്ക്? തുറക്കാന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായോ? റെവലേഷൻസ്, ഓപ്പണിംഗ്. ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. That is a revelation of the kingdom of God. That's a revelation. Jesus Christ യോർദാന്റെ തീരത്ത് വെച്ച് പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതം. Something great. The righteousness. Revelation about the righteousness. The establishment of the righteousness. യോർദാന്റെ തീരത്ത് വെച്ച് പറഞ്ഞപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. താഴെ വെളിപ്പാട് വന്നാലേ ഹെവൻ ഓപ്പൺ ആവത്തു. എന്ന് പറഞ്ഞാൽ ഇവിടെ തുറന്നാൽ അവിടെ തുറക്കാം. സെയിമാ. ഇറ്റ്സ് വെരി ഹാർഡ് ടു ടീച്ച് യു ബ്രദേഴ്സ്. നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Amen. Amen. The Bible says Jesus Christ. So that's what I'm saying. Once again, I want to teach you the same thing. Revelations. Heaven. When you are loving God, you will receive revelations. When you are loving your brother, you will give miracles, wonders, goodness, mercy, grace, love. You're going to be a channel from heaven. Your neighbor cannot see heaven without you. God, oh my goodness, God cannot touch your neighbor without you. God cannot come to this earth without you. നീ ഇല്ലാതെ ദൈവത്തിന് ഭൂമി വരാൻ പറ്റില്ലെന്ന്.
നിന്നിലൂടെ മാത്രമേ ദൈവത്തിന് വരാൻ പറ്റൂ. നീയാണ് സ്വർഗത്തിന്റെ ഡോറ്. Can you believe that, brothers? God cannot enter into this earth without you. You cannot open up without the revelations. അതുകൊണ്ട് അവൻ പറഞ്ഞത് വെളിപ്പാടില്ലാത്ത ഇടത്ത് ജനം നശിക്കുന്നു. Because heaven is closed. If heaven is closed, death is inevitable. അടഞ്ഞ സ്വർഗത്തിന്റെ കീഴിൽ മരണം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ലോകത്തെ ഞാൻ ഒരു കാര്യം ഓർക്കെ പറയാം. ഇനി മുതലുള്ള അടുത്ത വർഷങ്ങൾ, അടുത്ത കുറച്ച് വർഷങ്ങൾ, ഒരു 10-20 വർഷങ്ങൾ ക്രൈസ്തവ സഭയുടെ ഏറ്റവും ഗ്ലോറിയസ് കാലഘട്ടം വരാൻ പോവുക. ഇത് നിങ്ങൾ പ്രവചനം പോലെ കുറിച്ച് വെച്ചോ. ഞാൻ വലിയ പ്രവാചകനല്ലെങ്കിലും ഒരു ദൂത് ഞാൻ പറയുന്നു. ഇനി മുതൽ അങ്ങോട്ടുള്ള അടുത്ത 1-2 ഡെക്കേഡ്സ് കർത്താവിന്റെ സഭയുടെ മഹിമ വെളിപ്പെടുന്ന കാലമായിരിക്കും. ശാസ്ത്രത്തെയും ലോകത്തെയും സകല സംവിധാനങ്ങളെയും ചലഞ്ച് ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ സഭ ലോകത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ലോകം കാണാൻ പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാലം അന്തിക്രിസ്തുവിന്റെ കാലമല്ല, നാശത്തിന്റെ കാലമല്ല, ഇത് മഹിമയുടെ കാലമാണ്. ഒരു വാക്യം ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Amen. God is going to do that. ഇനി വേറൊരു കാര്യം കൂടെ പറയും. കണ്ണുകൊണ്ട് കാണുന്നത് കൈ കൊണ്ട് പിടിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ കൈയെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. കൈ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അതൊരു ഭയങ്കര ചലനം എൻ്റെ അകത്തുണ്ടാക്കി. ഇവിടെ സർവശക്തന്റെ കൈ നിനക്ക് നേരെ നീട്ടുക. നീ നിന്റെ കൈ അവന്റെ കൈക്ക് നേരെ നീട്ടി നിന്റെ കൈയും ദൈവത്തിന്റെ കൈയും ഒന്നായി തീരുമ്പോൾ നിന്റെ ഹൃദയവും ദൈവഹൃദയവും ഒന്നായി മാറുകയാണ്. ഇനി അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ശ്രദ്ധിക്കണേ, കണ്ണുകൊണ്ട് കാണാനാ. ജോഷുവയോട് പറഞ്ഞു എന്താന്നോ? ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എവ്രി പ്ലേസ് ദാറ്റ് ദ സോൾ ഓഫ് യുവർ ഫുട്ട്, നിന്റെ ഉള്ളങ്കാൽ പതിക്കുന്ന എല്ലായിടവും നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ഉള്ളങ്കാൽ, കാലിന്റെ ഉള്ളം. നമ്മുടെ ആളുകൾ പണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഉള്ളങ്കാൽ പതിയണമെങ്കിൽ ചെരുപ്പില്ലാതെ നടക്കണം, അങ്ങനെ പറഞ്ഞു, ചെരുപ്പിലാണ്. അപ്പൊ ഈ ഉള്ളങ്കാൽ എന്താണ്? സോൾ എന്ന വാക്കിന്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോൾ, സോൾ എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രുവിൽ ഖഫ്, ഖഫ്, ഖഫ്. ഈ കഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ് എ കപ്ഡ് ഹാൻഡ്. കപ്ഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ഇരിക്കുക, അതായത് ഒരു കുഴിയുള്ള കൈ, അല്ലെങ്കിൽ ഇങ്ങനെ ബെൻഡ് ആയിരിക്കുന്ന ഒരു കൈ. This is hollow. Is talking about heart. മനസ്സിലാവുന്നുണ്ടോ? കഫ്. ഞാൻ ഈ കഫ് എന്താന്ന് പറഞ്ഞതിന് മുമ്പ് വേറെ 1-2 സ്ഥലത്തേക്ക് പോവാം. ഈ എലിയാവ് പ്രാർത്ഥിക്കാനായിട്ട് കർമ്മേലിന്റെ മുകളിൽ മുട്ടുമടക്കി. മുഴങ്കാലുകളുടെ ഇടയിൽ കാല് വെച്ച് തല വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഓർത്ത് ആ പുള്ളിയുടെ അവസ്ഥ എന്താണ്? മുഴങ്കാലുകളുടെ ഇടയിൽ കാല് തല വെക്കണമെങ്കിൽ ആ പുള്ളിക്ക്, തമാശയായിട്ടൊരു കാര്യം പറയാം, കൊടവയറില്ലായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുഴങ്കാലുകളുടെ ഇടയിൽ കാല് വെക്കാൻ പറ്റും? സ്വപ്നത്തിൽ വെക്കാൻ പറ്റും. നിങ്ങളുടെ വയറ് പറയും പോടാന്ന് പറയും. ഈ രാവിലെയും വൈകിട്ടും ഇറച്ചിയും അപ്പവും, കാക്കച്ചുണ്ടിലെ ഇറച്ചിയും അപ്പവും തിന്നുന്ന മിസ്റ്റിക്കിന് തല മുഴങ്കാലിൽ വെക്കാൻ പറ്റും. നിങ്ങളുടെ ഫുഡും നിങ്ങളുടെ ആത്മീയതയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യവാചകങ്ങളിൽ നിന്ന് ഇരിക്കുന്നു. സ്തോത്രം. എലിയാവ് പ്രാർത്ഥിക്കുക.
ബാല്യക്കാരനോട് ചോദിച്ചിട്ട് നീ എന്താടാ കാണുന്നത്, പോയി നോക്കാൻ പറഞ്ഞ ഒന്നും കാണുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം വിട്ടു, ഒന്നും കാണുന്നില്ല. ഇത് ശ്രദ്ധിച്ചോണം. മൂന്നാമത്തെ പ്രാവശ്യം വിട്ടു, അവസാനം 7ാം പ്രാവശ്യം ചോദിച്ചു വിട്ടു, എന്താ കാണുന്നത്? അവൻ പറഞ്ഞു 7ാം പ്രാവശ്യം പോയിട്ട് അവൻ പറഞ്ഞു കൈപ്പത്തി പോലൊരു മേഘം കാണുന്നു, അവിടെ പടർന്നിരിക്കുന്നത് കാഫ് കാണുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3.5 വർഷം, ഇത് വേണേ കുറിച്ചു വെച്ചോ, 3.5 വർഷം നാട് ക്ഷാമം കൊണ്ടും വരൾച്ച കൊണ്ടും വലിയ പ്രതിസന്ധി കൊണ്ടും നശിച്ചിരിക്കുക. അതാണ് 2020 മഹാമാരി കണ്ട ജനതയോടുള്ള മിസ്റ്റിക്കൽ സ്കൂളിലെ പ്രോഫസി. 3.5 വർഷത്തെ കഠിനമായ ക്ഷാമത്തിന് പരിഹാരം വന്നത് കൈപ്പത്തി വെളിപ്പെടുത്തിയാണ്. കാഫ് വെളിപ്പെട്ടാൽ മഹിമ വെളിപ്പെടാൻ പോകുന്നു എന്നർത്ഥം. പിന്മഴ വരാൻ പോകുന്നു എന്നർത്ഥം. മഹാമാരിക്ക് പകരം ദൈവത്തിന്റെ പെരുമഴ പെയ്യാൻ പോകുന്നു എന്നർത്ഥം. കാഫ് എന്ന വാക്കിന്റെ ന്യൂമറിക്കൽ വാല്യൂ 20 ആണ്. 20 എന്ന വാക്കിന്റെ അർത്ഥം എക്സ്പെക്ടേഷൻ, അനേകരുടെ പ്രതീക്ഷയാണ് ഈ കൈപ്പത്തി. നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു നാടിനെ മൊത്തം പുഷ്ടിപ്പെടുത്താനുള്ള, പുതുനിയമത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തിന്റെ ഉണർവിന്റെ പിന്മഴ. ആ ഉണർവിന്റെ പിന്മഴയ്ക്ക് മുന്നോടിയായി വെളിപ്പെട്ടത് ഒരു കാഫാണ്, ഒരു ഉള്ളംകൈയാണ്. സ്തോത്രം. അവകാശത്തെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ദൈവം ആദ്യം വെളിപ്പെടുത്തുന്നത് കഫ. മനസ്സിലാവുന്നു? 2, കാലം പുറത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അവകാശത്തിലേക്ക് വരാൻ പോവാ. ഞാനിത് മനസ്സിലാക്കി തരാം. ഈ കർത്താവ് യോർദാന്റെ അക്കരയാണ് പോയി സ്നാനപ്പെട്ടത്. യോർദാന്റെ അക്കരയിൽ 2 ഇൻഹെറിറ്റൻസ് കിടപ്പുണ്ട്. 2 ഏൻഷ്യന്റ് പാത്ത്. നിങ്ങൾക്കറിയാമോ, ഏലിയാവും എലീശായും ബൈബിളിലെ ഒരുപാട് കഥാപാത്രങ്ങൾ നടന്നുപോയ പുരാതന പാതയിലൂടെയാണ് യേശുക്രിസ്തു ഇപ്പോൾ യോർദാന്റെ അക്കരെ വന്നിരിക്കുന്നത്. ഈ യോർദാന്റെ അക്കരെ എലീശ വന്നതാണ്, യോർദാന്റെ അക്കരെ എലിയാവ് വന്നതാണ്. എലിയാവ് അവിടെ നിന്നാണ് സ്വർഗത്തിലേക്ക് പോയത്, അവിടെ നിന്നാണ് പോർട്ടൽ വഴി അങ്ങ് മോളിൽ പോയത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചുണ്ടാക്കിയ പോർട്ടൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മുകളിലോട്ട് കയറി പോകാനുള്ള ഒരു വഴിയായി മാറും. മരണമില്ലാതെ പുള്ളി കയറിപ്പോയത് ആ പോർട്ടലിലൂടെയാ. പോർട്ടലിലൂടെ താൻ മുകളിലേക്ക് പോകുമ്പോ തന്റെ മിനിസ്ട്രി, തന്റെ ഇൻഹെറിറ്റൻസ് താൻ ഭൂമിയിലേക്ക് ഇട്ടിട്ട് പോയി. മോശ എടുക്കപ്പെട്ടതും യോർദാന്റെ അക്കരെ നിന്നാണ്. മോശയുടെ മിനിസ്ട്രിയും അവിടെയാണ് കിടക്കുന്നത്. ഇപ്പൊ 2 ജയന്റുകളുടെ, 2 സുവിശേഷത്തിന്റെ അഭിഷേകത്തിന്റെ ജയൻസിന്റെ അവകാശം കിടക്കുന്നത് ഇവിടെയാ. ഇത് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ 2 ചരിത്രങ്ങളെ മാറ്റിയവരുടെ ശുശ്രൂഷ യോർദാന്റെ അക്കരെ കിടപ്പുണ്ട്. അതിനെ കൈവശപ്പെടുത്തണമെങ്കിൽ കഫ് വരണം. കഫ് നിങ്ങൾക്ക് മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തു വന്നെന്ന് എഴുതിയേക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ പറന്നു വന്നെന്നല്ല, നമ്മുടെ ആളുകൾ പറന്നു അല്ല, പ്രാവ് പറന്നിറങ്ങുന്ന ദേഹരൂപത്തിൽ, അതിനെ കഫ് എന്ന് പറയും. കൈപ്പത്തിയ. അതായത് കഫ് എന്ന ഹീബ്രു അക്ഷരമാണ് പ്രാവ് ഇറങ്ങി വരുന്ന രൂപം. അതിന്റെ പിക്ചർ കൈപ്പത്തിയാണ്. അങ്ങനെങ്കിൽ
യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവൻ, ഏലിയാവിനേക്കാൾ വലിയവൻ, ലോക ചരിത്രത്തെ കീഴ്മേൽ മറിച്ച വിമോചകന്മാരുടെ ശുശ്രൂഷയെ. എന്തുകൊണ്ടാ ഏലിയാവും മോശയും മറുരൂപമലയിൽ വെളിപ്പെട്ടത്? പറയുന്നുണ്ടോ? ഏലിയാവും മോശയും മറുരൂപമലയിൽ വെളിപ്പെട്ടതിന്റെ കാരണം മിശിഹായുടെ കയ്യിലിരിക്കുന്ന ഏൻഷ്യന്റ് ഇൻഹെറിറ്റൻസ് ഇവരുടെ ഇൻഹെറിറ്റൻസ് ആണ്. യോർദാനി വെച്ച് കൈ ഇറങ്ങി, മനസ്സിലായോ? കർമ്മേലിൽ വെച്ച് കൈപ്പത്തി ഇറങ്ങിയപ്പോൾ ദേശത്ത് പിന്മഴ വന്നു, ഭയങ്കര മഴ പെയ്തു. യോർദാനിൽ വെച്ച് കൈപ്പത്തി വെളിപ്പെട്ടപ്പോൾ യേശു ക്രിസ്തു പുരാതന അവകാശത്തിലേക്ക് പ്രവേശിച്ചു. മോശ 40 ദിവസം മരുഭൂമിയിലായിരുന്നു, 40 വർഷം. ഏലിയാവ് 40 ദിവസം മരുഭൂമിയിലൂടെ നടന്നു. യേശു 40 ദിവസം ഉപവസിച്ചു. ഈ 40 വന്ന എവിടുന്ന? അവരുടെ അവകാശത്തിലേക്ക്, ഏൻഷ്യന്റ് പാത്തിലേക്ക് യേശു പോയി. നമ്മുടെ വിഷയം ഇപ്പൊ തൽക്കാലം ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരിക. കഫാണ് വിഷയം. കഫ് എന്ന് പറഞ്ഞാൽ ഉള്ളംകൈ, ഉള്ളംകാൽ, സോൾ. ഇതിന്റെ എബ്രായ ഭാവമാണ് ഞാൻ പറഞ്ഞത്. പാം, എ സ്പൂൺ, എ കപ്ഡ് ഹാൻഡ്, ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. കപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ദാവീദ് പറഞ്ഞു എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എത്ര പേര് വായിച്ചിട്ടുണ്ട്? എന്റെ പാനപാത്രം. അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ചിരിക്കുന്നത് എന്തുവാ? നമ്മൾ കുടിക്കുന്ന പാത്രം നിറഞ്ഞു കവിയുന്നു. സങ്കീർത്തനത്തില് ഞാൻ ആ വാക്യം വായിക്കാം. 24-ാം സങ്കീർത്തനത്തിന് 4-ാം വാക്യം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. ഈ കൈയും ഹൃദയം തമ്മിൽ എന്താ ബന്ധം? കഫ് represents heart. If your hand is pure, your heart is pure. കൈവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഹൃദയവെടുപ്പെന്ന എന്റെ ട്രൂത്ത് അതാ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മൈ കപ്പ് ഓവർഫ്ലോസ് എന്ന് പറഞ്ഞാൽ മൈ ഹാർട്ട് ഓവർഫ്ലോസ് എന്ന. എന്റെ പാനപാത്രം നിറഞ്ഞ കവി എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയം നിറഞ്ഞ കവിയുമെന്ന്. ആമേൻ. ഇത് പറഞ്ഞു തരാൻ വലിയ പാടാ. എന്തായാലും നിങ്ങൾ സ്തോത്രം പറഞ്ഞങ്ങ് പ്രാപിച്ചു. ഈ കയ്യ് എടാ ഇവരോട് പറയാം, ജോഷുവ നിന്റെ ഉള്ളംകാല് പെടുന്നിടമെല്ലാം തരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ നടക്കാനല്ല. ഞാൻ പറഞ്ഞു ഇസ് ടോക്കിംഗ് അബൌട്ട് കാഫ്, ഇസ് ടോക്കിംഗ് അബൌട്ട് ഹാർട്ട്, ഇസ് ടോക്കിംഗ് അബൌട്ട് റവലേഷൻ ആണ്. ആമേൻ. റവലേഷൻ ആണ്. ഇപ്പൊ ദൈവം പറയുന്നിങ്ങനെയാണ്, നീ ഓരോ സ്ഥലത്തേക്ക് കാല് വെക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വെക്കുക എന്നല്ലേ? സ്റ്റെപ്പിൻ. ദാറ്റ് മീൻസ് യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു എ റവലേഷൻ. അതായത് കൈപ്പത്തി മേഘം കണ്ടപ്പോൾ ഏലിയ പറഞ്ഞു വൻമഴയുടെ മുഴക്കമുണ്ടെന്ന്. കണ്ടത് മേഘം. ഇതാണ് ഞാൻ പറയാം, കണ്ടത് മേഘമാണോ വരാൻ പോകുന്നത് പെരുമഴയാണ്. കൈപ്പത്തിയുടെ മേഘം ഞാൻ നേരത്തെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ആത്മമണ്ഡലത്തിൽ കാണുന്നത് ഭൗതിക മണ്ഡലത്തിൽ നടക്കുക. ആത്മമണ്ഡലത്തിൽ നീ കാണുന്നത് കൈപ്പത്തിയോടുള്ള മേഘമാണെങ്കിൽ, കഫാണെങ്കിൽ, നീ ഭൗതിക ലോകത്ത് കാണാൻ പോകുന്നത് ഇസ്രായേലിനെ കുളിപ്പിക്കുന്ന മഴ വരാൻ പോവുക. ഈ കൈപ്പത്തി പോലുള്ള മേഘത്തിന് ഒരു ദേശത്തെ മൊത്തം നനയ്ക്കാനുള്ള മഴവെള്ളം ഉണ്ടോ? ഒന്നുകൂടെ പറയാം, സ്വർഗത്തിലെ കൈപ്പത്തിക്ക് രാജ്യങ്ങളെ കുളിപ്പിക്കാനുള്ള മഴയുണ്ട്. സ്വർഗത്തിൽ നീ കാണുന്നത് ചെറുതായിരിക്കും, പക്ഷെ ഭൗതിക ലോകത്ത് അത് വലുതായിരിക്കും. ഇത് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ വേണ്ടിയിട്ടില്ല, നമ്മളിപ്പോ ബൈബിൾ വായിക്കുമ്പോൾ
ബൈബിൾ വായിക്കുമ്പോൾ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ട് 6000 വർഷം എന്നാ നമ്മറിയോ? ഈ ലോകത്തെ ടൈം ഇത്രയാ. അതേസമയം ഇഫ് യു ഗോ ബാക്ക് ടു കുറച്ചും കൂടെ അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ 6000 വർഷം എന്ന് പറയുന്നത് 14 മില്യനോ അല്ലെങ്കിൽ 20 മില്യൺ അല്ലെങ്കിൽ ബില്യൺ വർഷങ്ങൾ എന്നൊക്കെ പറയും. അതായത് ഭൗതിക ലോകത്തിലെ അളവല്ല ആത്മലോകത്തിലെ അളവ്. ഭൗതിക ലോകത്തിൽ നീ കാണുന്നത് കൈപ്പത്തി, ആത്മലോകത്തിൽ നീ കാണുന്ന കൈപ്പത്തി. ഇത്രയും കണ്ടാൽ നിന്റെ നാവ് വിളിച്ചു പറയേണ്ടത് പെരുമഴയുടെ മുഴക്കം. ഒന്നുകൂടെ പറയാം. ആത്മമണ്ഡലത്തിൽ യേശു കണ്ടത് ലാസർ ഉറങ്ങുന്നു. ഭൗതിക ലോകത്ത് യേശു മരിച്ച ലാസറിനെ പുറത്തെടുത്തു. അവിടെ ഉറക്കം മാത്രമേ ഉള്ളൂ, ഇവിടെ ഉയർപ്പാണ്. ആമേൻ. അടുത്തത് അപ്പൊ ഈ റെവലേഷൻ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ദിസ് ടോക്കിംഗ് അബൌട്ട് ഹാർട്ട്. കൈ എന്ന് പറഞ്ഞ ഹാർട്ടാണ്. അപ്പൊ കർത്താവ് പറയും ഓരോ സ്ഥലത്ത് കാല് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ whenever you are receiving a revelation in your heart by God is the foundation of your next step into claiming your promised land. എന്ന് പറഞ്ഞാൽ നീ ഓരോ പ്രാവശ്യം നിന്റെ ഹൃദയത്തിലേക്ക് ഓരോ വെളിപ്പാട് പ്രാപിക്കുമ്പോ നിന്റെ അവകാശത്തെ പ്രാപിക്കാനുള്ള ഫൗണ്ടേഷൻ ആണത്. ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോണുകളാണത്. You are entering into the stepping stones. എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞേ, കാൽ വെക്കുക എന്ന് പറഞ്ഞാൽ that means you are stepping into revelations. വെളിപ്പാടിലേക്ക് കാല് വെക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് എനിക്കറിയാം 100 കണക്കിന് വെളിപ്പാടുകളാണ് വന്നേക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ വീണ്ടും ഒന്ന് കേട്ടാൽ 100 കണക്കിന് വെളിപ്പാടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ അർത്ഥം 100 കണക്കിന് സ്റ്റെപ്പുകൾ വെക്കാനുള്ളത് വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യം നിങ്ങൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ വെക്കുന്നിടമൊക്കെ നിനക്ക് അവകാശമാണ്. എന്ന് പറഞ്ഞാൽ റെവലേഷൻ വന്നാൽ ഓർത്തോ അവകാശം വന്നു. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക, മരിച്ച ഇമ്മോർട്ടാലിറ്റി ഒക്കെ നമ്മൾ പറയാൻ തുടങ്ങിയതേ ഉള്ളൂ ഇല്ലേ? ഒരു 10 വർഷത്തിന് മുമ്പ് ഇതൊക്കെ കേട്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പറയാൻ തുടങ്ങി. ഓർത്തോ, റെവലേഷൻ വന്നാൽ ഡെമോൺസ്ട്രേഷൻ പുറകെ വരും. വെളിപ്പാട് വരാത്തതൊന്നും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. വെളിപ്പാട് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് റിവീലായാൽ ഓർത്തോണം വിടുതൽ സംഭവിച്ചിരിക്കുക, വിടുവിക്കപ്പെട്ടിരിക്കും. വെളിപ്പെട്ടോ വിടുവിക്കപ്പെടും, കണ്ടോ മഴ പെയ്യും, ചവിട്ടിയോ പ്രാപിച്ചിരിക്കും, ഹൃദയത്തിൽ വന്നോ കൈവശപ്പെടുത്തിയിരിക്കും. ഇറ്റ് വിൽ ഹാപ്പൻ. സംഭവിച്ചിരിക്കും. ദൈവത്തിന് മഹത്വം. സംഭവിച്ചിരിക്കും. ആർ യു ഹാപ്പി പീപ്പിൾ ഓഫ് ഗോഡ്? ഒരുപക്ഷെ നിങ്ങളുടെ കാതുകൾ നിങ്ങൾ കേട്ടത്, നോട്ട് ചെയ്തത്, മെഡിറ്റേറ്റ് ദ വേർഡ് അഗൈൻ ആൻഡ് അഗൈൻ എവറി ടൈം വെൻ യു ആർ. അതുകൊണ്ട് ഞാനൊരു പറയാം, അങ്ങനെയെങ്കിൽ ഓരോ റെവലേഷൻ പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളംകാല് നിങ്ങളുടെ പ്രോമിസ് ലാൻഡിനെ ചവിട്ടുകയാണ്, നിങ്ങളുടെ അവകാശത്തെ ചവിട്ടുകയാണ്. That's a truth. That's a cuff. കൈപ്പത്തി പോലുള്ള മേഘം. ബാല്യക്കാർ പറഞ്ഞു കൈപ്പത്തിയുടെ അത്രേ ഉള്ളൂ. ഏലിയ പറഞ്ഞു, രാജാവേ രഥം പൂട്ടിക്കോ, ഭയങ്കര മഴ വരുന്നുണ്ട്, വലിയ മഴ വരുന്നുണ്ട്. ചെറിയ കാര്യം ആത്മലോകത്തെ കണ്ട് വലിയ കാര്യങ്ങൾ ഭൂമി സൃഷ്ടിക്കാൻ ഒരു തലമുറയെ ദൈവം ഇന്ന് രാത്രിയിൽ എഴുന്നേൽപ്പിക്കുക. സ്വർഗത്തിൽ നിന്ന് കുഞ്ഞു കാര്യം, സ്വർഗത്തിലെ കടുകുമണിക്ക് ഭൂമിയിലെ ഹിമാലയത്തിന് എത്രയും വലിപ്പമുണ്ട്. സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചത് കടുകുമണി, ഭൂമിയിലത് ഹിമാലയത്തെക്കാൾ വലിപ്പമുണ്ട്. സ്വർഗത്തിൽ കാണുന്നത് ചെറുത്, ഭൂമിയിൽ കാണുന്നത് വലുത്. ആമേൻ. കാണാത്തതിനെ കൊണ്ട് താൽക്കാലികമായതിനെ നമ്മൾ മാറ്റാൻ പോവുക. We are going to replace the temporary process in the earth by seeing something great in the invisible world. ദൈവം അത് ചെയ്യും, കർത്താവ് അത് ചെയ്യും, രാജാതിരാജാവ് അത് ചെയ്യും. ഞാനിതൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല
എല്ലാം തുറന്നു പറയാൻ ദൈവം എന്നെ അവസരം തരിക. എന്താ എങ്ങോട്ടുള്ള യാത്രയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ധാരാളമായിട്ട് നിങ്ങളുടെ അകത്തോട് കൈമാറിക്കൊണ്ടിരിക്കുക. ഒന്നും കർത്താവ് മറച്ചു വെക്കുന്നില്ല. ദൈവം ധാരാളമായിട്ട് കൊഴിയുന്നതിന്റെ കാരണം ഈ യാത്ര എവിടെയോ വളരെ ധൃതിയോടെ പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്, തമ്പുരാൻ എന്തോ ചെയ്യാനുണ്ട്. ധൃതിയോടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. യാക്കോബേ, നീ കണ്ട കോവേണി യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അത് ഞങ്ങൾ ഓരോരുത്തരുമാണ്. നീ കണ്ട ആലയം ഞങ്ങളാണ്. വി ആർ ദ ഗേറ്റ്വേ ഓഫ് ഹെവൻ. സ്വർഗത്തിന്റെ വാതിൽ നാമാണ്. Just meditate that word. Hallelujah. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ തിരുവെഴുത്തുകളെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്? യോർദാന്റെ തീരത്ത് ചെറിയൊരു കൈപ്പത്തി കണ്ടു. മനസ്സിലായേ? യോർദാന്റെ തീരത്ത് പരിശുദ്ധാത്മാവ് ഒരു കൈപ്പത്തി പോലെ, ഒരു ജസ്റ്റ് പ്രാവിന്റെ അത്ര രൂപം, കുഞ്ഞു രൂപം. പക്ഷെ 3.5 വർഷം കൊണ്ട് ലോക ചരിത്രത്തെ കീഴ്മേ മറിച്ചു. ഉയരത്തിൽ നിറങ്ങി വരുന്നത് അല്പമേ കാണൂ, പക്ഷെ അത് നിന്റെ ജീവനെ ബലമാക്കി മാറ്റും. മന്ന വലിയ 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 ടൈപ്പല്ല, ചെതുമ്പലാണ്. ഹെവനിന്ന് വരുന്നത് ചെതുമ്പലാണ്. പക്ഷേ അത് അല്പം കഴിച്ചാലും നിന്റെ ആരോഗ്യം വർദ്ധിക്കും, രോഗത്തെ എടുത്തു മാറ്റും. ഹെവനിലത് ചെറുതും ഭൂമിയിലത് വലുതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ദൂതന്മാരെ നമുക്ക് കാണണം. രണ്ടാമത് ഒരൊറ്റക്കാരുടെ പറഞ്ഞ് അവസാനിക്കുക. ഇവിടുന്നാ കയറുന്നെങ്കിൽ ദൂതഗണം ഇപ്പോൾ സ്വർഗത്തിലല്ല, ദൂതന്മാർ ഇപ്പോൾ സ്വർഗത്തിലല്ല, ദൂതന്മാർ ഇവിടെയാണ്. കാരണം ദൂതന്മാർ ഇവിടെയാകാൻ കാരണം ദൂതന്മാരുടെ ആരാധനനാഥൻ ഇവിടെയാണ്, ക്രിസ്തു ഇവിടെയാണ്, ദൈവം ഇവിടെയാണ്. അവൻ ഇവിടെ ആയതുകൊണ്ടാണ് ദൂതന്മാർ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ സ്വർഗം കാലിയാണ്, സ്വർഗം മൊത്തം ഭൂമിയിലാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഇവിടെയാണ്. ഇവിടെ നിന്ന് ദൂതന്മാർ അവിടെ പോയി നന്മയുമായി ഇറങ്ങി വരികയാണ്. തുറന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ നമുക്കും ഇതേ ഒരിക്കൽ കൂടെ ആക്ടിവേറ്റ് ആകട്ടെ. Mighty name of Jesus. Receive it now. Expect it now. ദൈവം കൃപ ചെയ്യട്ടെ, കരുണ കാണിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവാ.